ഇന്ത്യയിലെ മർദ്ദിത പീഡിത ജനകോടികളുടെ പ്രതീക്ഷയുടെ പ്രതീകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നയനിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷിഹാബ് പാലത്ത്, വേദിയിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എനിക്കേറെ പ്രിയങ്കരനും ആദരണീയരുമായ പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം, വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കൾ, പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികൾ, ഈ ചടങ്ങിന്റെ പ്രധാന സംഘാടകരായ സുഹൃത്തുക്കൾ ഷെരീഫ് പാലത്ത്, ബഷീർ സാഹിബ്, അതുപോലെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വനിതാ ലീഗ് ഉൾപ്പെടെ മുഴുവൻ ഘടകങ്ങളുടെയും നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദര സമുദായാംഗങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 3 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ന് അവസാനത്തെ രാത്രി പൊതുയോഗമാണ്. നാളെയാണ് കലാശക്കൊട്ട്. വയനാടിൽ 2ാം പ്രിയദർശിനി എന്ന് പേര് വിളിക്കാവുന്ന പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി ജനവിധി തേടുന്നതിന്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടവനാണ് ഈ വിനീതൻ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിഹാബ് നിരന്തരമായി ഇവിടുത്തെ ഈ പൊതുയോഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിരവധി തവണ വിളിച്ചപ്പോ വലിയ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോന്ന ഒരു പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളി വരും. ഇന്നലെ വരെയുള്ള പൊതുയോഗങ്ങളൊക്കെ മാറ്റിവെച്ചിരുന്നു. ഷിഹാബ് പറഞ്ഞത് ഇത് ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ സംഘടിപ്പിക്കാൻ നോക്കിയിട്ട് ഉള്ള സമയം ആറ്റിക്കുറുക്കിയെടുത്ത് എല്ലാവരും മാനസികമായി ഒരുങ്ങി തയ്യാറായി. അങ്ങനെയുള്ള ഈ പൊതുയോഗം പെട്ടെന്ന് ഒന്ന് നീട്ടിവെക്കുമ്പോ ഉണ്ടാകുന്ന പ്രയാസം അദ്ദേഹം എന്നെ പ്രത്യേകമായി ബോധ്യപ്പെടുത്തി. ഇന്നലെ ചേലക്കരയിലെ പൊതുയോഗം കഴിഞ്ഞു. ഇന്ന് പകലിലും അവിടെ പങ്കെടുക്കേണ്ടതാണ്. എന്റെ സഹോദരി ഇഖ്റ ആശുപത്രിയിൽ ICUവിലാണ്. ഇന്നലെയാണ് റൂമിലേക്ക് മാറ്റിയത്. ഞാൻ 7 ദിവസമായി ആശുപത്രിയിൽ തന്നെയാണ്. പെങ്ങളെ കാണുക എന്നുള്ള സന്തോഷവും ഈ പൊതുയോഗത്തിലും പങ്കെടുക്കുക എന്നുള്ള ആഗ്രഹവും ഒന്നിച്ചു ചേർന്നപ്പോൾ ഇന്ന് ഇവിടെ വരാൻ ഞാൻ നിർബന്ധിതനായി. ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊരു നഷ്ടമാകുമായിരുന്നു എന്ന് ഈ സദസ്സ് കാണുമ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. ഇവിടെ എന്റെ പ്രിയങ്കരനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം വിശദമായി ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാനിവിടെ വന്നപ്പോ ഒരു സഹോദരിയുടെ വിയോഗം ഈ നാട്ടിൽ ഇതിന്റെ പരിസരത്ത് നടന്നു എന്നറിയാൻ സാധിച്ചു. അവരുടെ ജനാസ അല്പം മുമ്പാണ് മറവ് ചെയ്തത്. കുറെ കാലം രോഗിയായി കിടന്ന ആളായിരുന്നു എന്ന് സുഹൃത്ത് ഷിഹാബ് എന്നോട് പറഞ്ഞു. ഏതായിരുന്നാലും ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോ പെട്ടെന്ന് പരിപാടി മാറ്റിവെച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ അവരുടെ ജനാസ മറവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്നയാൾ അതും ഹൈറായിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ പരിപാടി മുടക്കാതെ പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ പരിപാടിക്ക് ഇവിടെ സമാരംഭം കുറിച്ചത്. ആ മരണപ്പെട്ട സഹോദരിക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്
ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്തെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ പാർട്ടിയായ ലീഗ് വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഗവൺമെന്റുകൾ പരാജയപ്പെട്ട സ്ഥലത്ത് ലീഗ് തല ഉയർത്തി നിൽക്കുന്നു. ഏറ്റവും അവസാനം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ 2 പ്രധാനികളാണ് അവിടെ സന്ദർശിച്ചു പോയത്. അതിലൊന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് മുഖ്യമന്ത്രിയുമാണ്. എന്നാൽ ആ ഗണത്തിൽപ്പെടാത്ത ആളാണ് പാണക്കാട്ട് തങ്ങള്. നമ്മൾ സ്വരൂപിച്ചത് 46 കോടിയാണ്. അവിടെ കഷ്ടത അനുഭവിച്ച ആളുകൾക്ക് മേപ്പോട്ട് നോക്കിയ ആകാശം, കീഴ്പോട്ട് നോക്കിയാൽ ഭൂമി എന്ന അർത്ഥത്തിലാണ് അവർ കഴിഞ്ഞു പോരുന്നത്. അങ്ങനെയുള്ള അവർക്ക് ഒരാശ്വാസത്തിന് തെളിനീരാവാൻ നമുക്ക് സാധിച്ചു. നമ്മൾ ആ കണക്കുകൾ അപ്പപ്പോ തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ എൻ്റർ ചെയ്ത് ആളുകളെ കാണിക്കുകയാണ്. കിടപ്പാടം നഷ്ടപ്പെട്ട നിരവധി ആളുകൾ, ഉടുതുണിക്കും മറുതുണിയില്ലാത്തൊരു ദുരവസ്ഥ. മോനെ ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി പിന്നൊന്ന് തൊടാതിരുന്ന സന്തോഷമായി. പിന്നെ പിന്നെ എനിക്ക് പ്രയാസമില്ലാതെ സംസാരിക്കാം. അല്ല, ഞാൻ നേരത്തെ ഓക്കെ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ അയിമ കളിക്കുന്ന ഞാൻ അങ്ങനെ കാണുന്നു. അറിയാം നമ്മളിതിൻ്റെ ആളല്ലേ, നിങ്ങളിത് ക്ലിയർ ചെയ്ത് തരും. നല്ലൊരു നിലനിർത്തും ബാസും വോളിയൊക്കെ. എന്നിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്ത്. വയനാട്ടിൽ നമ്മൾ നിരന്തരമായി ഇടപെടുന്നു. അവിടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വാഹനം നൽകി കഴിഞ്ഞു. ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവര്, ജീപ്പ് നഷ്ടപ്പെട്ടവര്, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള സഹായം. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു വ്യാപാരി സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങൾ കച്ചവടക്കാരെ കാണാൻ വരും എല്ലാ പാർട്ടിക്കാരും. അവര് രാവിലെ വന്ന് ഞങ്ങൾ എന്ത് വിറ്റു എന്ന് ചോദിക്കാറില്ല, ഞങ്ങളോട് സംഭാവന ചോദിക്കാറാണ്. പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കാർ അധികമൊന്നും ഞങ്ങളടുത്ത് പിരിക്കാൻ വരാറില്ല. അവര് അവരുടെ AMCCയും സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നടത്തലാണ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, വ്യാപാരികളായ ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോ ലോക ചരിത്രത്തിൽ ആദ്യമായി കച്ചവടക്കാർക്ക് പ്രത്യേകമായി ഒരു സംഖ്യ അനുവദിച്ചത് പാണക്കാട് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് വ്യാപാര സമൂഹം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ വീട് നിർമ്മാണം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ വീടുകൾ നിർമ്മിക്കും, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. അവിടെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. 487 ആളുകളാണ് ആ ഉരുൾപൊട്ടലിൽ മരിച്ചത്. ഇപ്പോഴും 47 ആളുടെ ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലത് കൈ കിട്ടിയ വലത് കൈ മറവുകയും, ഇടത് കാല് കിട്ടിയ കാല് മറവുകയും. അവിടുത്തെ ജനങ്ങളൊരാവശ്യം പറഞ്ഞു, എന്റെ ഉപ്പാന്റെ ജനാസ, എന്റെ അച്ഛന്റെ ഡെഡ് ബോഡി അതെനിക്ക് തിരിച്ചറിയാൻ കഴിയണം. നാളെ എനിക്കൊരു പ്രാർത്ഥന നടത്താൻ, ഒന്ന് സന്ദർശിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഉപകാരം ഉണ്ടാകണം. മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് സാഹിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും തങ്ങളോടും ഈ കാര്യം ആവശ്യപ്പെട്ടു. ഉടനെ മുസ്ലിം ലീഗിന്റെ ലെറ്റർ ഹെഡിൽ
നമ്മൾ സംസ്ഥാന സർക്കാരിന് ഒരു അപേക്ഷ സമർപ്പിച്ചു. DNA ടെസ്റ്റ് നടത്തി ഇന്ന ആളുടേതാണ് ആ ഡെഡ് ബോഡി എന്ന് സ്ഥിരീകരിക്കണം. അവിടെ ചെയ്ത പണി ഒരു പ്രത്യേക കളം വരഞ്ഞതുപോലെ വരച്ചിട്ട് ഒരവയവം കിട്ടിയ മറവ് ചെയ്യും, അടുത്ത അവയവം കിട്ടിയ അയാളുടേതാണ് എന്ന് ഉറപ്പുവരുത്തി മറവ് ചെയ്യും. ഒന്നാലോചിച്ച് നോക്കൂ, പടച്ചവൻ അത്ര ദുരിതങ്ങളൊക്കെ തൊട്ട് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആ വയനാട്ടിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാം. 100 വീടാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. സ്ഥലമെടുക്കാനും നമുക്ക് കഴിയും. പലയിടത്തായി അവരെ മറവ് ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചു നാട്ടുകാരുടെ പ്രയാസം ഓർത്തും ഒന്നിച്ചു മറവ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സ്ഥലമെടുപ്പ് ഇതുപോലെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രമുഖനായ ഒരു ഭൂവുടമയെ കണ്ടപ്പോ ആ നല്ല മനസ്സിന്റെ ഉടമ പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയാൻ മടിക്കുന്നത്, ഇതല്ലാതെ ഈ ദുന്യാവിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ എന്ന് പറഞ്ഞ് അനുവദിച്ച സ്ഥലത്താണ് ഇതെല്ലാം മറവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സേവന സമ്പന്നരായി തൽപരരായി നമ്മുടെ വൈറ്റുകാട് വളണ്ടിയർമാർ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കുത്തൊഴുക്കില് അക്കരെ പറ്റാൻ കടുത്ത പ്രയാസം. പാതിരാവിലാണ് സംഭവം. എന്ത് ചെയ്യാൻ പറ്റും? കരണ്ട് പോയി. അങ്ങോട്ട് അക്കരെ പറ്റാൻ ഒരു നിവൃത്തിയില്ല. റോപ്പ് വേയിൽ തൂങ്ങി. റോപ്പ് വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വയനാട്ടിലേക്കൊക്കെ പോകുമ്പോ നമ്മുടെ കുട്ടികള് അതിൽ തൂങ്ങി നേരെ പോയി അപ്പുറത്ത് ചെന്നിറങ്ങും. ആ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് മരുന്നിന്റെ പെട്ടി വയറ്റത്ത് വെച്ച് കെട്ടി ആ മരുന്നോ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വിളിച്ച് ഓരോ സ്ഥലത്തൊന്നും അവിടെ എത്തിക്കുകയാണ്. നമ്മുടെ CH സെന്റർ ഉൾപ്പെടെ മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെ. അതുപോലെ ആംബുലൻസ് എല്ലാം അവിടെ എത്തണം എന്ന് ആവശ്യപ്പെട്ടു. എല്ലാ ഡെഡ് ബോഡികൾ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം അങ്ങോട്ട് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഒരു ഗവൺമെന്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. പക്ഷെ ഇതുവരെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പായിട്ടും അവിടുത്തെ പുനരധിവാസത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ലോക്സഭയിലേക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി വാക്കു കൊടുത്തിരുന്നു, അദ്ദേഹത്തെയും കാണുന്നില്ല. അവരൊക്കെ പറഞ്ഞു പോയി, പക്ഷെ കാര്യമായിട്ടൊന്നും ലഭിച്ചില്ല. മുസ്ലിം ലീഗ് ആരെയും കാത്തു നിൽക്കുന്നില്ല. നമ്മുടെ കയ്യിൽ കാശുണ്ട്. വീട് വെക്കാനുള്ള കാപ്പിത്തോട്ടമടക്കമുള്ള സ്ഥലങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിലുള്ള നിയമക്കുരുക്ക് സർക്കാർ ഒഴിവാക്കി തന്നാൽ ലീഗ് അതിന്റെ പണി ആരംഭിക്കും. അവിടെ നമ്മൾ മടിച്ചു നിൽക്കുന്നില്ല. ലീഗ് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ജാതി മത കക്ഷി ഭേദമന്യേ സർവരും മുസ്ലിം ലീഗിന്റെ ആ ഫണ്ടിലേക്ക് സംഖ്യകൾ സമർപ്പിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. സർക്കാരിന്റെ സാലറി ചാലഞ്ച് ഇന്ന് വരെ കൊടുക്കാത്ത ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോഴാണ് ഇതിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പുറത്തു വന്നപ്പോ മയ്യത്ത് മറവ് ചെയ്യാൻ ഒരു ഖബറിന് 75,000 എന്നുള്ള കണക്ക് നമ്മുടെ മുഖ്യമന്ത്രി വായിച്ചു പോയത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മയ്യത്ത് ഒന്നിന് 75. അത് കേട്ടപ്പോ നമ്മൾ ആകെ അന്തം വിട്ടുപോയി. അവിടെ എല്ലാവരും സേവനം ചെയ്താണ് ആ നന്മകളൊക്കെ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ റോപ്പ് വേയില് അക്കരയ്ക്ക് മരുന്നെത്തിക്കാൻ വയറ്റത്ത് വെച്ച് കെട്ടിയ വൈറ്റുകാട് വളണ്ടിയർമാർ പോയപ്പോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാന്ന് അവർക്ക് അറിയില്ല. നമ്മുടെ PMSA ഫൂക്കോയ തങ്ങളുടെ പേരിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനത്തിൽ നിന്ന് നമ്മുടെ സേവനം കണ്ട് എപ്പോഴും അതുമായി ബന്ധം പുലർത്തിയിരുന്ന തമിഴ്നാട്ടുകാരിയായ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു വയനാട്ടിൽ. അവരെ പെട്ടെന്ന് കിട്ടിയപ്പോ അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തി അവിടെ എത്തിച്ചു. ആ കുട്ടിയും ഇതുപോലെ റോപ്പ് വേയിലാണ്. ഈ മരുന്നിന്റെ ഭാണ്ഡം പേറി ഈ ഉപകരണങ്ങളുമായി ആ കുട്ടി പോകുമ്പോ വലിയ ഭയപ്പാടായിരുന്നു. പൊട്ടി വീണാൽ
ഒരു നിവൃത്തിയില്ല. ചാലിയാറിലാണ് എല്ലാവരും എത്തിയ പോലെ ഈ കുട്ടി എത്തുക. അപ്പുറത്തെത്തി മൊബൈലിന്റെ വെട്ടത്തിൽ ആളുകൾക്ക് ശ്വാസോച്ഛ്വാസം നിലക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ, അവരുടെ ടെൻഷൻ അകറ്റാൻ, അവർക്ക് ഗ്ലൂക്കോസ് നൽകാൻ സംവിധാനങ്ങളുമായി നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോ ഒരൊറ്റ പെണ്ണ് നേരം പുലരുവോളം അധ്വാനിച്ചപ്പോ അത് വാർത്തയായപ്പോ ആ കുട്ടിയെ ആദരിക്കാൻ തീരുമാനിച്ചു. ആ കുട്ടിക്ക് ഒരു വലിയ ചടങ്ങിൽ വെച്ച് കൽപ്പന ചൗളയുടെ പേരിൽ ഒരു പുരസ്കാരം നൽകി എന്ന് മാത്രമല്ല, ഒരു സ്വർണപ്പതക്കം കഴുത്തിലിട്ടും കൊടുത്തു, ഒരു കവറും കൊടുത്തു. ആ കവർ വീട്ടിൽ ചെന്ന് പൊട്ടിച്ചു നോക്കിയപ്പോ 5 ലക്ഷം രൂപയായിരുന്നു. അത് കൊടുത്ത ആളുടെ പേര് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. വയനാട് തമിഴ്നാട്ടിലല്ല, പക്ഷെ എന്റെ നാട്ടുകാരി അവിടെ പോയി ചെയ്ത ആ നന്മ ഓർത്ത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി മനുഷ്യപ്പറ്റ് കാണിച്ചു. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ വയനാട് ഇന്ത്യയിലാണ്. ഇതുവരെ ആ വഴിക്ക് തിരിഞ്ഞോക്കില്ല. ബടായി നന്നായി പറഞ്ഞിരുന്നു, അത് കൊടുക്കും, ഇത് കൊടുക്കും, അത് തരും, ഇത് തരും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പറച്ചിൽ മാത്രം. മുമ്പ് ഒരു കല്യാണാലോചന നടന്നു. മുമ്പ് അതില് പെൺകുട്ടിയെ കാണാൻ വന്ന ശേഷം ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചു. പെൺകുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, വരന്റെ അച്ഛൻ, അല്ല എന്തൊക്കെയാണ് ഇവളെ കൂടെ നിങ്ങൾ കൊടുത്തയക്കാൻ തീരുമാനിക്കുന്നത്? ആഭരണം എത്ര ഉണ്ടാവുന്ന മലയാളം. ഒരു പറഞ്ഞു ഒരു 1.25 പവന്റെ ഒരു 6 വള ഉണ്ടാവും, 5 പവന്റെ ഒരു ചെയിന് വേറെ ഉണ്ടാവും, കാതില് ഒരു 3/4 പവന്റെ കമ്മലയും ഉണ്ടാവും, അതുപോലെ 2 പാദസരം ഉണ്ടാവും, ടോട്ടൽ 4 പവന്റെ. ഇതാണ് എനിക്ക് ഈ സദസ്സിൽ പറയാനുള്ളത്. ഈ പറഞ്ഞതിന്റെ അപ്പുറം ഒരു തരി ഞാനൊന്നും ചെയ്യൂല. കല്യാണം കഴിഞ്ഞു മണവാട്ടി വീട്ടിലേക്ക് വന്നപ്പോ കാതിലും കഴുത്തിലും ഫുള്ള് പ്ലാസ്റ്റിക്കാണ്, മുഴുവനും പ്ലാസ്റ്റിക്കാണ്. പരാതിയായി ചോദിച്ചു വരന്റെ അച്ഛൻ. അന്ന് ഇങ്ങനെയല്ലല്ലോ സദസ്സിൽ അവതരിപ്പിച്ചത്. പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ പറച്ചിലല്ലാതെ ഒരു തരി ഉണ്ടാവില്ല. അത് ആ പറച്ചിൽ തന്നെ, ഒരു സാധനമില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്തു പോയത്. കഷ്ടകാലം. നമ്മളിങ്ങനെ ഒരു ദുരിതം വരാതിരിക്കട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. നിപ്പ, കൊറോണ, ഒരു പ്രളയം, വെള്ളപ്പൊക്കം, ഈ ഉരുൾപൊട്ടല്, റബ്ബേ അങ്ങനെ ഒരു കെടുതി വരരുതേ എന്നാ നമ്മളെ ആഗ്രഹം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം ഇതൊക്കെ ഉണ്ടാവണം എന്നാണ്. ഉണ്ടായാൽ എന്താ? ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കാം. ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടായാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങാതിക്കുമാണ് എന്ന് നാട് കണ്ടറിഞ്ഞു. ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകള് പാണക്കാട്ട് തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. റഹീമിന്റെ മോചനത്തിന് കാശ് കൊടുക്കുമ്പോഴും ബോബി ചെമ്മണ്ണൂർ ഇതേ നിലപാട് സ്വീകരിച്ചു. കാരണം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കൈയുണ്ട്, അത് മുസ്ലിം ലീഗിന്റെ തലൈവരുടെ കയ്യിലാണ് എന്ന് ഉത്തമമായ ബോധ്യം. നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കുന്നു? ജീവകാരുണ്യത്തില്, രാഷ്ട്ര നിർമ്മാണത്തില്, ജനാധിപത്യത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ലോക്സഭയിൽ, രാജ്യസഭയിൽ എന്തെല്ലാം ഭേദഗതികളുണ്ടോ അതിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത് ജനിച്ച 1-ാം തീയതി മുതൽ ഇന്ന് വരെ ആ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുകയാണ്. നമ്മൾ കൈവെക്കാത്ത മേഖലകളില്ല. മതസൗഹാർദ്ദത്തിന്റെ രംഗത്ത്, സാമുദായിക ഐക്യത്തിന്റെ കാര്യത്തില്, മുന്നണി മര്യാദയില്, ശത്രുവിനോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, ജീവകാരുണ്യത്തിൽ പ്രത്യേകിച്ചും രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. 900 പാർട്ടികളുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതിലധികവും കാക്കക്ക് പോലും ഉപകാരമില്ലാത്തതാണ്.
അവിടെയാണ് എന്റെ പാർട്ടി മുസ്ലിം ലീഗ് ശ്രദ്ധേയമാകുന്നത്. എല്ലാവരും പറഞ്ഞു മുസ്ലിം ലീഗ് ചെയ്യുന്ന ഈ സേവനങ്ങൾ ചെറിയതല്ല. ചിലരുടെ വിചാരം ഇത് മിനിഞ്ഞാന്നത്തെ മഴയ്ക്ക് ഇന്നലെ മുളച്ചതാണ്. ഇന്ത്യയോളം പഴക്കമുള്ള പാർട്ടിയാണ്. ഭരണഘടന ഉണ്ടാക്കിയ ആളുടെ പേര് അംബേദ്കറാണ്. ലോകോത്തര നിലവാരത്തിൽ ഇന്ത്യയുടെ ഭരണഘടന പ്രസിദ്ധമാണ്. ആ ഭരണഘടനാ ശില്പി അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയച്ചത് ലീഗാണ്. നെറ്റിലടിക്കണം, ഒന്ന് പോയി പരിശോധിക്കണം എങ്ങനെ അംബേദ്കർ ആ രംഗത്തേക്ക് വന്നത്. ഭരണഘടന എഴുതുമ്പോ ഓരോരുത്തർക്കും അവനവന്റെ ആചാരങ്ങൾ കൊണ്ടുനടക്കാനും അത് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും എന്ന് എഴുതുമ്പോ പോരാ 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 അത് പ്രചരിപ്പിക്കാനും എന്നുകൂടി എഴുതണം എന്നാവശ്യപ്പെട്ടത് ഖായിദ മില്ലത്താണ്. അന്നത് ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വയലും നടക്കൂല, ഒരു പ്രബോധനം ഉണ്ടാവില്ല, ഒരു മിഷണറി പ്രവർത്തനം ഉണ്ടാവില്ല. അത് ചോദിച്ചു വാങ്ങി, അതിന്റെ ഉപകാരം എല്ലാവർക്കും കിട്ടി. ലീഗ് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ മഹത്തരാണ്. ഞാനൊരു കാര്യം വിട്ടുപോയി. മനാത്ത് വാല സാഹിബിന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ, ഇതിലേറെയുണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. കോഴിക്കോട് നിന്ന് വന്ന ഒരു കുട്ടി ഈ പുസ്തകം ഇവിടെ വിൽക്കുന്നുണ്ട്. നമ്മുടെ റഷീദ് അലിയുടെ മകനാണ്. റഷീദ് അലി നമ്മുടെ സമ്മേളന നഗരികളിലൊക്കെ ഇതുപോലെ പുസ്തകങ്ങളും CD-കളൊക്കെ വിറ്റിരുന്ന ആളാണ്. മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ മോനാണ്. കുടുംബത്തിന്റെ മഈശത്തിന്റെ മാർഗം എന്നോണാണ് ആ കുട്ടി സമ്മേളന നഗരികളിൽ വന്ന് ഈ പുസ്തകം വിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ആ പുസ്തകം ഒന്ന് വാങ്ങി സഹകരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മോനെ ഒന്നുകൂടി സഹകരിച്ചിട്ടോ പ്ലീസ്. നമ്മൾ നന്മകളിലെല്ലാം ചിന്തിക്കുകയാണ്. ജീവകാരുണ്യം, ഭരണ നിർവ്വഹണ രംഗത്ത്, ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് എവിടെയൊക്കെ ഉപകാരം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. തലമ്മത്തട്ടി ഉണ്ടായിരുന്ന കാലം, കോളറ, വസൂരി, അന്ന് വീടുകളിൽ കയറിയിറങ്ങി മഹാനായ MK ഹാജിയും ബാഫഖിതങ്ങളും ഒക്കെ കഷ്ടപ്പാടിന്റെ കയത്തിൽ മുങ്ങിത്താഴുന്ന മക്കളെ തെരഞ്ഞു നടക്കുകയാണ്. മാതാവ് മരിച്ചതറിയാതെ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് പാലിന് വെമ്പൽ കൊള്ളുന്ന കൊച്ചുകുട്ടി എങ്ങനെ ഉമ്മാന്റെ റൂഹ് പിരിഞ്ഞത് അറിയാതെ മരിച്ചിക്കണെന്ന് അറിയില്ല, പാല് കുടിക്കാൻ വെമ്പൽ കൊള്ളുക എത്ര ഒരു സങ്കടകരാണ്. മയ്യത്ത് തൊട്ടോര് മരിക്കുന്നു, കുളിപ്പിച്ചോര് മരിക്കുന്നു എന്ന് ഖ്യാതി നാടൊട്ടുക്കും പരക്കുന്ന കാലം. കുറെ മക്കളെ കൈപിടിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോ ചിലര് ചോദിച്ചു, കുഞ്ഞു മുഹമ്മദേ എങ്ങോണ്ടാ, പട്ടിണിക്കിട്ട് കൊല്ലാനോ? MK ഹാജി പറഞ്ഞു, കൈവണ്ടി വലിച്ച തഴമ്പുണ്ട്, അതിന് കഴിയാതെ വന്നാൽ ഒരു കൊടിയുണ്ട്, ആ ടീം ഇവരെ പോറ്റും. നമ്മൾ തിരൂരങ്ങാടി യത്തീംഖാന ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ലീഗ് എവിടൊക്കെ ശ്രദ്ധിച്ച് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. വെറും വോട്ടും സിന്ദാബാദും രാഷ്ട്രീയം കൊണ്ട് മാത്രമായില്ല. ഇന്നിവിടെ ആദരിച്ചു മക്കളെ, ഇതൊരു സന്തോഷാണ്. അവനാന്റെ നാട്ടിലെ നല്ല ബുദ്ധിമതികളായ മക്കളെ, കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കുളിരുണ്ട് അവരുടെ രക്ഷിതാക്കൾക്കും. അവിടെ പിന്നെ വേറൊരു നോട്ടുമില്ല. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരോടും പറയാണ്, പാർട്ടി സംഘടന എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപകാരത്തിനാവണം. വെട്ടാനും തട്ടാനും കൊല്ലാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രല്ല. ഞാൻ എല്ലാവരോടും പറയാ, ലീഗുകാരെ നമ്മുടെ കൊടി പച്ചയാണ്, കമ്മ്യൂണിസ്റ്റുകാരന്റെ പതാക ചുവപ്പാണ്, കോൺഗ്രസുകാരന്റെ പതാക ത്രിവർണമാണ്, RSSന്റെ പതാക പീതവർണമാണ്. പക്ഷെ മക്കളെ, മരിച്ചാൽ ഞമ്മക്കൊക്കെ ഒരൊറ്റ പതാകയേ ഉള്ളൂ, അത് വെള്ളയാണ്. വെള്ള
ആ കോലത്തിൽ കെടുക്കുമ്പോ നമ്മളെ പറ്റി പറയണം, ഓ ഏത് പാർട്ടി ആയിക്കോട്ടെ നാടിനൊരു ഹൈറായിരുന്നു അയാൾ എന്ന് പറയണം. എന്റെ പാർട്ടി മുസ്ലിം ലീഗ് എല്ലാം ശ്രദ്ധിക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്നാ നമ്മളിതുണ്ടാക്കിയത്. അലിഫ് എന്നെഴുതി റാ എന്ന് വായിച്ച് അറഅയ്തല്ലദി ഓതി പഠിക്കാൻ, അലിഫ് എന്നെഴുതി റാ എന്നെഴുതി അറ എന്ന് വായിച്ച് അറഅയ്തല്ലദി ഓതി പഠിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ കുറച്ചൊന്നുമല്ല. അത് സമസ്തയും സംസ്ഥാനയും മുജാഹിദും അതുപോലെ തബ്ലീഗ് ജമാഅത്തും ദക്ഷിണ കേരളയും സംസ്ഥാന കേരളയും എല്ലാവരും മത്സരിച്ച സ്ഥാപനങ്ങൾ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി. ഈ ഉലമാവും ഉമറാവും ഒത്തൊരുമിച്ചിരുന്നപ്പോൾ ഉണ്ടായ വലിപ്പാണത്. നേരത്തെ ഉണ്ണിക്കുളത്തിന്റെ പ്രസംഗത്തിന്റെ ആകത്തുക അതായിരുന്നു. ലീഗിന് അല്പമെങ്കിലും സ്വാധീനവും ശക്തിയും ഉള്ളത് കേരളത്തിലാണ്. അത് തന്നെ മുസ്ലിം സമുദായത്തിൽ എല്ലാവരും പിന്തുണ കൊണ്ടൊന്നല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പച്ചക്കൊടിയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ച ഇല കറി വെച്ചത് വരെ കൂട്ടാത്ത ഒരു മുസ്ലിം സമുദായത്തിന്. അവിടെയാണ് എന്റെ പാർട്ടി ലീഗ് ശ്രദ്ധേയമാകുന്നത്. ഈ സംവരണം, ഈ ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്തെ ഈ ഉയർച്ച, കേരളം ഉയർന്നു ചിന്തിച്ചപ്പോ ഉയരത്തിൽ പറന്നു. എങ്ങനെ? പാർട്ടിയുടെ സ്വന്തം കാറ് വിറ്റ് തുടങ്ങിയ കോളേജാ ഫറൂഖ് കോളേജ്. അങ്ങനെ ഒരു ചരിത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ കഴിയില്ല. നമ്മൾ അതിലൊക്കെ ശ്രദ്ധിക്കുക, ഭരണഘടനയെ ശ്രദ്ധിക്കുക. ഭരണഘടന എഴുതുമ്പോ അതിൽ വർത്താനം പറയാൻ ശ്രദ്ധിക്കുക. ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു. കാശ്മീരി നേടാത്തത്, ലക്ഷദ്വീപുകാരൻ നേടാത്തത് നമ്മൾ നേടി. മലപ്പുറം ജില്ല പോലെ 10-16 ജില്ലകളുണ്ട് ബംഗാളിൽ. അവർക്ക് ആർജിക്കാൻ കഴിയാത്തത് നമ്മൾ നേടിയെടുത്തു. എങ്ങനെ? മറ്റ് സമുദായങ്ങളെ വെറുപ്പിക്കാതെ എല്ലാവരും മാനിച്ച് മുന്നോട്ട് പോവുക. അതാണ് PKK ബാബ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണി ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് സഹോദര സമുദായം നേർച്ച നേർന്നതായിരുന്നു. എന്റെ CH-നെ കേരളക്കാരെ നീട്ടി വിളിച്ചത് CHM കോയ. CHM കോയ. C for ക്രിസ്ത്യൻ, H for ഹിന്ദു, M for മുസ്ലിം. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. ആ നന്മ മഹത്തരായി നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. മറ്റു സമുദായാംഗങ്ങളെ വെറുപ്പിക്കാതെ. ഈ നാടേതാ? ശ്രീ ശങ്കരന്റെ നാടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടാ കേരളം. ഇവിടെ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു. അവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോയി. ഇപ്പോഴും ഒരു അറബിക് യൂണിവേഴ്സിറ്റി ഇല്ല. എന്നാൽ മലയാളക്കരക്ക് തുഞ്ചത്താചാര്യന്റെ പേരിൽ ഒരു മലയാള സർവകലാശാലയുണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് അബ്ദുറബ്ബിന്റെ കാലത്ത് തന്നപ്പോ പരിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബിക് യൂണിവേഴ്സിറ്റി ലീഗ് ഇത്ര കാലം ഭരിച്ചിട്ടും നിങ്ങൾ ആലോചിക്കണം, ഉപനിഷത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിനൊരു യൂണിവേഴ്സിറ്റി കണി കാണാൻ ഒരു ET മുഹമ്മദ് ബഷീറിനെ കാത്തിരിക്കേണ്ടി വന്നു. നമ്മളെല്ലാവരെയും ശ്രദ്ധിച്ചു, നാടിന്റെ നന്മക്കൊപ്പം നിന്നു, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിച്ചു. ഇതര രാഷ്ട്രീയ പാർട്ടികളോടുള്ള പെരുമാറ്റവും അങ്ങനെ തന്നെ. ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കുമ്പോ CH മുഹമ്മദ് കോയ സാഹിബിന് ദേശാഭിമാനിയിൽ നിന്ന് ഒരു കത്ത് വരും. കൊണ്ടുവരുന്ന ആളാ കത്ത് കൊടുത്താൽ CH ഇങ്ങനെ വായിക്കും: പ്രിയപ്പെട്ട CH, ചന്ദ്രിക പത്രാധിപർ, ഞങ്ങളുടെ ദേശാഭിമാനിയുടെ ഓഫീസിൽ സാ തീർന്നിരിക്കുന്നു, കുറച്ചു സാ കൊടുത്തയക്കുക. സഖാവ് കൃഷ്ണപിള്ള, സഖാവ് നായനാർ, സഖാവ് EMS എഴുതി സാ എന്ന ഹർഫ് തീർന്നുപോയി. അത് കൊടുക്കണം. ആരാ? ദേശാഭിമാനി പത്രാധിപർ ഇന്ദുചൂടൻ കത്ത് കൊടുത്തയക്കും.
CHLA മുതല് സ എന്ന അക്ഷരം പൊരുക്കിയിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് വന്ന ആളുടെ കയ്യിൽ കൂടെ ഒരു കത്ത് മറുപടിയായിട്ട്, പ്രിയപ്പെട്ട ഇന്ദുചൂടൻ, ദേശാഭിമാനി പത്രാധിപർ ക്ഷേമമെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞതനുസരിച്ച് ചന്ദ്രികയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇതാ കുറച്ചു സ കൊടുത്തയക്കുന്നു. ഇതിനു പകരമായി ഞങ്ങളുടെ ഓഫീസിലേക്ക് കുറച്ചു ജ കൊടുത്തയക്കുക. ജനാബ് ബാഫക്കി തങ്ങൾ, ജനാബ് പൂക്കോയ തങ്ങൾ എന്ന് എഴുതി ഞമ്മക്ക് കുറച്ച് ജീമിന്റെ കുറവുണ്ടായിരുന്നു. അതാ രാഷ്ട്രീയം. പോസ്റ്റർ കീറാൻ എളുപ്പമാണ്, എതിരാളിയെ കൊല്ലാൻ എളുപ്പമാണ്. പക്ഷെ നാട്ടിലെ സമാധാനം പെട്ടെന്നുണ്ടാവില്ല. പാലത്ത് നിന്നൊരു പൊതുയോഗം നടന്നത് എന്തുകൊണ്ടാ? ഈ നാട്ടിൽ ഇന്ന് ഇവിടെ ഒരു കച്ചറയും നടന്നിട്ടില്ല. സമാധാനം ഇല്ലാത്തടത്ത് പോയാലേ അതിന്റെ വില അറിയും. കേരളക്കറിയ എന്ത് നല്ല സൗഹൃദം, എന്ത് നല്ല സ്നേഹം. രാവിലെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോ എഴുന്നേറ്റ് പള്ളി തുറക്കാൻ പോകുന്ന മുഅദ്ദിനെ കാണണമെങ്കിൽ ഇവിടെ വരണം. രാവിലെ സുബഹി ബാങ്ക് കേട്ടാൽ ഉണരുന്ന ഹൈന്ദവരെ കാണണമെങ്കിൽ ഇവിടെ വരണം. എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന പള്ളിയിൽ 2 ദിവസം ഒപ്പം പറഞ്ഞ് എന്നോടൊന്ന് പോയി കയറി. അപ്പൊ ഒരു ഖത്തീബായിരുന്നു. ഞാൻ പള്ളിയിൽ പോയിരുന്നു. ഇപ്പൊ മദ്രാസിലേക്ക് പോകാന്ന്, ചെന്നൈ, ഇന്നത്തെ ചെന്നൈ. ഇപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് താമിയേട്ടന്റെ കടയിലേക്ക് ചായ കുടിക്കാൻ പോയി. താമിയേട്ടൻ ചോദിച്ചു, ഇന്നാരാ ബാങ്ക് കൊടുത്തത്? അപ്പൊ ഞാൻ പറഞ്ഞില്ല, മുസ്ലിം നാട്ടിൽ പോയതാണ്. ഉടനെ താമിയേട്ടൻ പറഞ്ഞ എന്താന്നറിയ, ആരായാലും വിവരം പറഞ്ഞാൽ ഇന്ന് 2 എണ്ണം കുറവാന്ന്. കാരണം അസ്സലാത്തു ഖൈറും മിനന്നൗം മറന്ന ദിവസമായിരുന്നു അന്ന്. അറിയോ? അത്രത്തോളം ശ്രദ്ധിക്കുകയാണ്. എന്ത് നല്ല സ്നേഹം, എന്ത് നല്ല സൗഹൃദം. മങ്ങാട്ടച്ഛൻ എന്ന് പേര് കേൾക്കുമ്പോ കുഞ്ഞായിൻ മുസ്ലിയാരുടെ പേര് ഓർമ്മ വരുന്ന നാട്. മമ്പുറം തങ്ങൾ എന്ന പേര് കേൾക്കുമ്പോ കോന്തു നായരുടെ പേര് ഓർമ്മ വരുന്ന നാട്. ഈ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും തർക്കിക്കാൻ പാടില്ല. അത് ആ സ്നേഹം നമ്മളെ പെരുമാറ്റത്തിലൂടെ നന്നാക്കി. ഇന്നത്തെ നമ്മുടെ MLA-മാരുടെ കൂട്ടത്തിൽ 2 ആള് കാസർഗോഡ് നിന്നാണ്. AKM അഷ്റഫും എന്നെ നെല്ലിക്കുന്നു. കോണി ചിഹ്നത്തിലാ ജയിച്ചു വന്നത്. ആ നാട്ടിന്റെ സ്ഥിതി അറിയോ നിങ്ങൾക്ക്? 65% ഹൈന്ദവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണത്. എത്ര? ഞാൻ പറയുന്ന അക്കം ഓർമ്മ വേണം. 65% വോട്ടർമാർ ഹൈന്ദവരാ. മുസ്ലിം സമുദായം 35 ഉള്ളൂ. അതിൽ തന്നെ ഒരു 14 ഐറ്റാണ്. എല്ലാം തട്ടിക്കിഴിച്ച് കൊണ്ടോണം. ഒന്നിച്ചു നിന്നാൽ തന്നെ അവിടെ ജയിക്കാൻ ഒരു സാധ്യതയില്ല. അവിടെയാണ് 10,000-കണക്കിന് ലീഡിന് ആറ്റപ്പൂ തങ്ങൾ പറഞ്ഞയച്ച കോണിയിൽ അവിടെ നിന്ന് നമ്മൾ ജയിച്ചു വരുന്നത്. ആരെ തോൽപ്പിച്ച്? അരിവാളിനെയല്ല, താമരയെ തോൽപ്പിച്ച്. വലിയൊരു കൗതുകാണ്. അത് നമ്മൾ നിലനിർത്തി പോകുന്നത് എങ്ങനെ? നമ്മുടെ പെരുമാറ്റം നന്നാക്കി. മറ്റു സമുദായങ്ങളെ നമ്മൾ എതിർത്തില്ല. നമ്മളെല്ലാവരെയും സ്നേഹിച്ചും മാനിച്ചും മുന്നോട്ട് പോയി. എല്ലാവർക്കും നമ്മൾ നല്ലത് കൊടുത്തു. ഈ നാടിന്റെ മക്കളായി, ഒരേ ഞെട്ടിയിലെ പൂക്കളായി നമ്മൾ എല്ലാവരെയും കണ്ടു. ബാബരി പതനത്തിന് ശേഷം പ്രത്യേകിച്ചും അതൊന്ന് തിളക്കം കൂടി. ക്ഷേത്രങ്ങൾക്ക് നേരെ ചിലരുടെ കൈകൾ വന്നപ്പോ ബാബരി പതനത്തിന് ശേഷം എന്റെ പൊന്നു തങ്ങൾ, എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ മുത്ത് ശിഹാബ് തങ്ങൾ കമ്പിയടിച്ചു. അരുത്, പാടില്ലെന്ന് പറഞ്ഞിട്ട് MT വാസുദേവൻ നായർ പറഞ്ഞു, ഓ, ഇതുപോലൊരു മഹാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്കൊക്കെ ഓർത്തു പോകാറുണ്ട്. എവിടെയും തല്ലാനും കൊല്ലാനും പ്രോത്സാഹിപ്പിച്ചില്ല. നടുവട്ടത്ത് കലാപമുണ്ടായപ്പോ മൈക്ക് കെട്ടിയ പോലീസ് വാഹനത്തിൽ കയറി നിന്നു മഹാനായ ബാഫക്കി തങ്ങൾ. അരുതനിയ അരുതനിയ എന്ന് പറഞ്ഞ് ജനങ്ങളെ തടഞ്ഞു നിർത്തിയത് പോലീസ് വാഹനത്തിൽ നിന്നാണ്. ആളുകളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോ എല്ലാരും പിരിഞ്ഞുപോയി. ഒരു 5-8 ആൾക്കാർ മാത്രം നിന്ന് തിരിഞ്ഞു കളിച്ചു. ആ 5-8 ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എല്ലാ മഹലിലും. അങ്ങനെയാണ്. ഓരോരു ടീമായിട്ടേ നടക്കുള്ളൂ. എല്ലാരും പടിഞ്ഞാട്ടാണെങ്കിൽ ഒരു കേക്കോട്ട്, എല്ലാരും കേക്കോട്ടാണെങ്കിൽ ഒരു പടിഞ്ഞാട്ട്.
ഓല് ഒന്നിച്ചിരുന്നിട്ടേ വർത്താനം പറയൂ, ഒന്നിച്ചേ നടക്കുള്ളൂ. അധികം ഒന്നും ഉണ്ടാവില്ല. ഹൗദിൽ മീൻ നടക്കണായത് ഒരു കൂട്ടാൻ വെക്കാനോട്ട് തികയില്ല, എന്നാ കൂട്ടായിട്ടല്ലാതെ നടക്കൂല. അവര് പിരിഞ്ഞു പോയില്ല. വാഫക്കി തങ്ങൾ പറഞ്ഞു, ഇനിയും പിരിഞ്ഞു പോകാത്തവർ നമ്മുടെ ആളുകളല്ല. ഇനിയും പിരിഞ്ഞു പോകാത്തവർ നമ്മുടെ ആളുകളല്ല. അത് കേട്ടപ്പോ ഓലെ പറ്റിയാണ് പറയുന്നത് മനസ്സിലായപ്പോ അവരും പിരിഞ്ഞുപോയി. ചാവക്കാട് മണത്തല പള്ളിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ബാഫക്കി തങ്ങൾ റെസ്റ്റ് ഹൗസിൽ കയറി ചെന്നപ്പോ, ഞാൻ ഈയിടക്കടുത്ത് ചാവക്കാട് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെയുള്ള കാരണവര് പറയാണ്, ആ മസലഹത്തിന് വേണ്ടി ബാഫക്കി തങ്ങൾ ഇരുന്നപ്പോ തങ്ങൾ ഇങ്ങനെ വാച്ച് കഴിക്കുന്നത് കണ്ടപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാര് പറഞ്ഞു, തങ്ങളമ്പുരാന് നിക്കാരത്തിന്റെ ടൈം ആയിക്കണെന്ന് തോന്നുന്നുണ്ട്. പൂജാരി വെള്ളം ഒഴിച്ചു കൊടുത്ത് മുൻകൈ കഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ച്, മുഖം കഴുകി, കൈ കഴുകി, തല തടഞ്ഞ്, ചെവി തടഞ്ഞ്, കാല് കഴുകി. അതാ കേരളം. എന്ത് നല്ല സ്നേഹത്തിൽ. ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല. പാർട്ടി എന്തായിക്കോട്ടെ, ആ സൗഹൃദവും സ്നേഹവും നിലനിൽക്കണം. അത് നമ്മൾ EMS-നോട് കാണിച്ചു, ജാതി നോക്കിയില്ല. കരുണാകരനോട് കാണിച്ചു, ജാതി നോക്കിയില്ല. ആന്റണിയോട് കാണിച്ചു, ജാതി നോക്കിയില്ല. ലീഗ് സ്ഥിരമായി ജയിച്ച തിരൂരങ്ങാടിയിൽ ആന്റണിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നു. TK ഹംസാക്ക ചോദിച്ചു, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ? അതതിന്റെ അർത്ഥം ആള് മാപ്പിള വരണമെന്നാ, ഇത് നാട് വേറെ. 0.5% പോലും ക്രിസ്ത്യാനി ഇല്ലാത്ത തിരൂരങ്ങാടിയുടെ മണ്ണിൽ നമ്മൾ ആന്റണിയെ നിർത്തി. മക്കളെ, കൈപ്പത്തി ചിഹ്നം അതുവരെ കോണിക്ക് വോട്ട് ചെയ്ത് ശീലിച്ച ഉമ്മമാര്. ആദ്യമായി ഞാൻ കുടുംബയോഗം കാണുന്നത് അവിടെ നിന്നാണ്. ഒട്ടുമ്മൽ കടപ്പുറത്ത് നമ്മൾ കുടുംബയോഗം വെച്ചു. വല്യമ്മ ശ്രദ്ധിക്കണേ, ഇപ്രാവശ്യം ഏണില്ലട്ടോ, കോണില്ലട്ടോ, കൈപ്പത്തിയാണ് ചിഹ്നം. അബ്ദുൽ നാസർ മഅദനി ഒരു ഭാഗത്ത് വന്ന് ബാബരി മസ്ജിദ് പൊളിച്ച കൈപ്പത്തിക്കോ വോട്ട് ഇങ്ങനെ ചോദിക്കുന്ന കാലം. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ എന്ന് ചോദിച്ച് എന്നെ കരീം എന്ന് പറഞ്ഞ സമുദായത്തിലെ ഒരാളെ നിർത്തിയിട്ട് ആന്റണിക്കെതിരെ മത്സരിപ്പിച്ചു. എന്താ ഉണ്ടായത്? കുടുംബയോഗത്തിൽ നമ്മൾ വല്യമാർക്ക് പഠിപ്പിച്ചു, ഏണിയില്ല, കോണിയില്ല, കൈപ്പത്തി, കൈപ്പത്തി, കൈപ്പത്തി. ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് വല്യമ്മ കുടുംബയോഗത്തിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ പത്രക്കാർക്ക് ഒരു സംശയം. മാതൃഭൂമിയുടെ ലേഖകൻ പോയിട്ട് വല്യമ്മാനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, അല്ല വല്യമ്മ, ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങളെങ്ങനെ ഈ കൈപ്പത്തിക്ക് കുത്തുകയാണ്? തള്ള ചോദിച്ചു, എന്താ ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങളെങ്ങനെ ഈ കൈപ്പത്തിക്ക് കുത്തുകയാണ്? ആ വല്യമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞിട്ടോ, മോനെ ഇതാണ് ചിഹ്നം. പാണക്കാട്ട കുട്ടികൾ പറഞ്ഞ വോട്ട് ദിമുണ്ടാവും, ചിലക്കാതെ പടം ഇവിടുന്ന് അറിയോ? ആ വല്യമ്മാന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അൽഹംദുലില്ലാ നാം അലിഫിൽ നിന്ന് തുടങ്ങിയ പ്രബുദ്ധതയുടെ മികവാണ്. നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു. മലപ്പുറത്തെ കുട്ടികളെ ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം അവരുടെ തഷ്ടം മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് എന്ന് സഖാവ് അനിൽകുമാർ പറയാണ്. അപ്പോഴാണ് മഫ്തയിട്ട വല്യമ്മ ഇന്ത്യയുടെ ജൂനിയർ പ്രിയദർശിനി പ്രിയങ്ക ഗാന്ധിയെ കവളത്ത് മുത്തുന്ന ചിത്രം വയനാട്ടിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതാണ് മനുഷ്യപ്പറ്റ്. ഇപ്പോ എന്തൊക്കെ കേക്കണ്? കാഫിർ, ഖലീഫ, പറയണോ? കാക കലക്കുകയാണ്, ഇതെല്ലാം കലക്കുക. ഇന്നലെ സുരേഷ് ഗോപി വയനാട്ടിൽ വന്ന് പറഞ്ഞത് വഖഫ് എന്ന കിരാതപദം, ഇത് ആരും തറവാട്ട് വക സ്വത്തൊന്നല്ല, വല്യമ്മാന്റെ കോന്തല ഖജനാവായി സ്വീകരിച്ച് വയലിന് ലേലം ചെയ്ത് 10 റുപ്യ 3 വട്ടം 4 വട്ടം എന്ന ലേലമുറപ്പിച്ച് പിടിയരി തൂക്കരിയിലിട്ട് ആ തൂക്കരി വിറ്റുണ്ടാക്കിയ ധർമ്മസ്ഥാപനങ്ങൾ, അതാണ് വഖഫ് ഭൂമി. പടച്ചവനെ, എന്റെ ഉപ്പാക്ക് ജാരിയായ സ്വതക്ക ഉപകരിക്കുമെങ്കിൽ ഈ 5 സെന്റ് പള്ളിക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞൊരു വാഖിഫായ മനുഷ്യൻ വഖഫ് ചെയ്തു കൊടുത്താൽ അതിൽ സുരേഷ് ഗോപിക്ക് എന്താ റോൾ? എത്ര പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിരുന്നു, എത്ര കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു.
നമ്മൾ ഹിജാബിനെ കുറിച്ച് കേട്ടിരുന്നോ? തൊലാഖിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? പശുമാംസം ഉളുഹിയത്ത് നമ്മൾ അറിഞ്ഞിരുന്നോ? ജയ് ശ്രീരാം വിളിച്ചെങ്കിലേ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നോ? എത്ര കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു? ഇപ്പൊ കർണാടകയിൽ ഹിജാബിനെതിരെ കടുത്ത പ്രതിഷേധം. കോളേജിൽ ചേരാൻ മക്കൾക്ക് പേടി, സീറ്റ് ഒഴിവാക്കി പോകുന്നു കുട്ടികള്. എന്റെ മോള് ഇപ്പൊ അവിടെ പഠിക്കുന്ന 2ാമത്തെ മോള് ഷിയാബിനെ അറിയാം, ഏനപ്പുഴ കോളേജിൽ. കുട്ടി ചേരാൻ വേണ്ടി ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ ഈ കോലത്തിലായ അവിടെ ചിലപ്പം വലിയ ലറൂറത്തായിരിക്കും. അപ്പോ എന്റെ കുടുംബത്തിൽ ചിലവര് പറഞ്ഞു അതിന് കോലാണ്ട് മാറ്റിയ പോലെ. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. എല്ലാവർക്കും അവനാന്റെ രീതി സ്വീകരിക്കണം. ഇവിടെ തട്ടവും വേണം, പൊട്ടും വേണം. ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രനും നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദും കുരിശ് ധരിച്ച കുര്യാക്കോസും, അതില്ലാതെ പിന്നെ എന്ത് ഇന്ത്യ? ഒരു പൂന്തോട്ടത്തിൽ മല്ലികാപ്പൂ മാത്രമാണെങ്കിൽ ഒരു ചുരുക്കും ഉണ്ടാവില്ല. എല്ലാ പൂക്കളും വേണം. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസിത്താൻ ഹമാര. വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പൂക്കളാണ് പൂന്തോട്ടം. അവിടെ ഹിന്ദു പുഷ്പം, മുസ്ലിം പുഷ്പം, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ എല്ലാം ഉണ്ടാവണം. ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓത്തുപള്ളികളും ഉണ്ടാകണം. അതാണ് ഇന്ത്യ. എന്നാ നരേന്ദ്രമോദി ഇന്നെല്ലാം കീഴ്മേൽ മറിച്ചു. ഇന്ത്യയെ മറ്റൊരു കണ്ണുകൊണ്ടാ ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. വലിയൊരു ബേജാറിലാണ് പോക്ക്. പക്ഷേ പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ കിട്ടിയ ഈ റിസൾട്ടില് 2 പ്രധാന കക്ഷികൾ മൂക്ക് കയറിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക്. അത്ര ഈസി അല്ലാതാക്കി. ഇൻഷാ അല്ലാഹ് വല്ലൊരു കാര്യകാരണം കിട്ടിയാല് ഈ 2 കക്ഷികൾ പിന്നിൽ നിന്ന് ഒന്നങ്ങ് മാറിയാല് ഈ വസാത്തി പറയണ ഇത് രണ്ടും രണ്ടോടത്തായി കിട്ടിയാല് ഇൻഷാ അല്ലാഹ് വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകാനും സാധ്യതയുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നാല് എന്തായിരുന്നു നമ്മളെ ബേജാറ്? കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോ പൗരത്വം ഉണ്ടായിരുന്നോ? ഹിജാബ് ഉണ്ടായിരുന്നോ? ഇന്ന് അതിലൊക്കെ താല്പര്യം. ത്വലാഖ്, മുത്വലാഖ്, ഉളുഹിയത്ത്, പശുമാംസം, ഏതിറച്ചിയാ തിന്നുണ്ട്? കർണാടകയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികള് പേടിച്ചു. പക്ഷെ അവിടെ സിദ്ധാരാമയ്യ വന്നു. ഇന്നലെ DK ശിവകുമാറിന്റെ കൂടെയാണ് ഈ വിനീതൻ കൊണ്ടോട്ടിയിൽ പങ്കെടുക്കേണ്ട പരിപാടി. ചേലക്കരയിൽ പോയ കാരണം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. DK അവിടുത്തെ ഉപമുഖ്യമന്ത്രി. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ആദ്യമായി ക്യാബിനറ്റിലെടുത്ത തീരുമാനം ഹിജാബ് നിരോധനം പിൻവലിച്ചു എന്നുള്ളതാണ്. എല്ലാവരെയും മാനിക്കുന്നവരാകണം ഇന്ത്യ ഭരിക്കേണ്ടത്. എല്ലാവർക്കും അവനാന്റെ സ്വാതന്ത്ര്യം. മതമുള്ളവന് മതം, മതമില്ലാത്തവന് മതമില്ല. സന്ദേഹവാദികൾ എന്നൊരു കൂട്ടരുണ്ട്. അതെന്താ? പഠിച്ചോണ്ട് എന്നും പറയില്ല, ഇല്ല എന്നും പറയില്ല. ഓൽക്ക് അങ്ങനെയും സ്വാതന്ത്ര്യം. യഹോവ സാക്ഷികളുടെ തീരുമാനം എന്താ? ഇപ്പൊ ഒരു ബെല്ലടിച്ചാൽ സ്കൂളിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. PTA മീറ്റിങ്ങിലോ അല്ലെങ്കിൽ 4 മണിക്ക് ഒരു ബെല്ലടിച്ചാൽ ജനഗണമന അധിനായക ജയഹേ ചൊല്ലും. അതാണ് ദേശീയ ഗാനം. പക്ഷേ യഹോവ സാക്ഷികൾ നിൽക്കൂല, ചൊല്ലൂല. അവരെ ഇന്ത്യ ഒഴിവാക്കി കൊടുത്തതാണ്. കാര്യം എന്താ? ജനഗണമന അധിനായക ജയഹേ എന്ന ദേശീയ ഗാനത്തില് ഞങ്ങളെ വിശ്വാസത്തിനെതിരായി ചില വരികളുണ്ട്. അത് ചൊല്ലിയ ഓല് മുർത്തദ്ദായി പോകുന്ന ഓല ഭാഷയിൽ. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലൂല, മാറ്റി നിർത്തണം. ഇന്ത്യ പറഞ്ഞു നിങ്ങളാ നിൽക്കണോടത്ത് നിന്നാ മതി. ദേശീയ പതാകക്ക് സല്യൂട്ടും ചെയ്യൂല, വിശ്വാസത്തിനെതിരാണ് എന്ന് യഹോവ സാക്ഷികൾ പറഞ്ഞു. അതും അവർക്ക് വകവെച്ചു കൊടുത്തു. അതാണ് ഇന്ത്യ. ഞാൻ ഈ അങ്ങാടിയിലൂടെ ഒരു വാളുമായി പോയാൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇവിടുത്തെ SI എന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. എന്നാൽ ഒരു സിഖുകാരൻ വാളുയർത്തിപ്പിടിച്ച് നടന്നാൽ തൊടാൻ പാടില്ല. കാരണം വാളുയർത്തിപ്പിടിച്ച് നടക്കൽ അയാളുടെ മതപരമായ ഷിആറാണ്, അടയാളാണ്. അതാണ് ഇന്ത്യ. അവിടെയാണ് നരേന്ദ്രമോദി ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നത്. എന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടതും കൂടിയാണിത്. ഏക സിവിൽ കോഡ് രാജ്യത്ത് കൊണ്ടുവരണം ആവശ്യപ്പെട്ടു. നിങ്ങൾ
നിങ്ങളെ മുറാദ് BJP ഹാസിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചോ. ഇപ്പൊ നമ്മുടെ ബേജാർ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളെ ബേജാറ് നമ്മൾ വലിയ ദുരിതത്തിലാണ്. അതെന്താ? ഇപ്പൊ 2 ദുരിതം പേരണം, കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ. ഇപ്പൊ നമ്മൾ കലത്തപ്പത്തിന് തീയിട്ട പോലെയാണ്, അടിയിലും മുകളിലും ചൂടാ. അതാ രസം. അയാളെ കൊണ്ട് കഴിയുന്ന കോലത്തിലെല്ലാം അയാൾ അവിടെ നിന്ന് അതിനനുസരിച്ച് ഇവിടെ നിന്ന് നല്ല ചൊറുക്കുള്ള വർത്താനം പറയും. ഞാൻ RSSന്റെ ഇടയിലൂടെ ഊരിപ്പിടിച്ച വാളുമായി പോയവരാണ്. പക്ഷേ ഇന്ന് കാണുന്ന കാഴ്ചകൾ അങ്ങനല്ല. അത്ഭുതപ്പെടുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ 100 കണക്കിന് മുസൽമാന്റെ തലയോട്ടി കൊണ്ട് പന്ത് കളിച്ച, മയ്യത്തുകൾ ചുട്ടുകരിച്ച, ബിൽക്കീസ് ബാനുവിന്റെ മുമ്പിൽ വെച്ച് 16 റൂഹ് പിരിഞ്ഞു പോയ ആ കലാപത്തിന്റെ ആകത്തുകയായ ലോകനാഥ് ബെഹ്റ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മക്കളെ ഇമാമായി ജോലി ചെയ്യുന്നത് നമ്മളെ കേരളത്തിലാണ്. അയാളെ പെണ്ണായ ബംഗാളിനോട് ചോദിച്ചു മുതലിന് അങ്ങോട്ട് തരട്ടെ. വേണ്ട. ആണായ തമിഴ്നാടിനോട് ചോദിച്ചു വേണോ? വേണ്ട. ആണായ തമിഴ്നാടും പെണ്ണായ ബംഗാളും വേണ്ടെന്ന് വെച്ച ആ ചരക്കിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമില്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തര. എന്തേത് പറ്റിപ്പോയി? ഞാൻ ഈ പിണറായിനെ കുറിച്ചൊക്കെ പറയുമ്പോ സൂക്ഷിച്ചു പറയേ, അങ്ങനെ അങ്ങ് പറയരുത്. പക്ഷെ ധൈര്യം കിട്ടിയതെന്നാ അറിയാം. തമിഴ്നാട്ടിലെ വയനാട്ടിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ പാർട്ടി പറഞ്ഞു, ഇയാളുടെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കണം. CPI കുഞ്ഞാപ്പല്ല, ചെന്നിത്തലല്ല, VD സതീശനല്ല, പിണറായി. നമ്മളൊക്കെ കണ്ടൊരു പിണറായി ഉണ്ടായിരുന്നു. ആ പിണറായി പരേതനായ പിണറായി, ഇപ്പൊ ഹയാത്തിലുള്ള പിണറായി ഒരു ലറൂറത്ത് തീരാണ്ട് ലാവ്ലിംഗ് കേസ്. ആ ലാവ്ലിംഗ് കേസ് വെച്ച് ഇതിങ്ങനെ വിലപേശിക്കൊണ്ടിരിക്കുക. BJPക്ക് എന്താ ലാഭം? 1 ഉറുപ്പ്യയുടെ ചെലവില്ലാതെ എല്ലാ മുറാദും ഹാസിലാവുകയാണ്. മോഡി അവിടുന്ന് ഇങ്ങനെ പറയുന്നതൊക്കെ ഇവിടെ ഏറ്റെടുക്കുക. ലോകനാഥ് ബെഹ്റ അങ്ങനെയാണ് കേരളത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥനായത്. പഴയ സഖാവ് പിണറായി വിജയൻ ആണെങ്കിൽ ഒരിക്കലും നടക്കൂല. 9 ഉപദേശകരുണ്ട് മുഖ്യമന്ത്രിക്ക്. ആ 9 ഉപദേശകരിൽ ഒരാള് രമൺ ശ്രീവാസ്തവ. ആരാണ് അയാൾ? ബാബരി മസ്ജിദ് പൊളിക്കാൻ പോകുമ്പോ രഥയാത്ര നടത്തി LK അദ്വാനി. അതിന്റെ ഒരു ഉപരഥയാത്ര കേരളത്തിലുണ്ടായി. അത് നയിച്ചത് K രാമൻപിള്ള. ആ യാത്ര കേരളത്തിലൂടെ പോകുമ്പോ പോലീസിന്റെ അകമ്പടിയോടുകൂടി പോയി. പാലക്കാട് എത്തിയപ്പോ നിരോധനാജ്ഞ 144, ആരും പുറത്തിറങ്ങരുത്. രാമൻപിള്ളയുടെ രഥയാത്ര. എന്താ ഉണ്ടായത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, ആ അങ്ങാടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ അങ്ങാടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ ഒന്നും കൂടി നോക്കായിരുന്നോ? ഇല്ല. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വീട്ടിന്റെ മുറ്റത്ത് കക്ക് കളിക്കാണ്. ഇവിടെ അങ്ങനെയല്ലേ പറയാ? കള്ളി ഇങ്ങനെ വരച്ചിട്ട് ഓട്ടും കഷ്ണിട്ട് കുട്ടി ഇങ്ങനെ ചാടി ചാടി കളിക്കുകയാണ് അല്ലേ? ചക്ക് കളി, ചട്ടിയ കളിക്കുകയാണ്. കളിക്കുന്നതിനിടയിൽ കുട്ടി അങ്ങനെ തളർന്നങ്ങ് വീണു. അമ്മാവൻ കുട്ടി റോട്ടിലേക്ക് പോകുന്നുണ്ടോ നോക്കാൻ ജനല് തുറന്നിട്ടിരിക്കുക. ഇതുപോലെ ഒരു സ്ഥലം. ജനല് തുറന്നിട്ട് നോക്കുമ്പോ കുട്ടി കുഴഞ്ഞു വീണേക്ക് എന്റെ കുട്ടി എന്ന് പറഞ്ഞ് ഓടി വന്നെടുത്തപ്പോ രക്തം ഇങ്ങനെ മുട്ടും കൈ കൂടി എങ്ങനെ വലിച്ചോണ്ട് പോയി. തല എവിടെ പൊട്ടിയിട്ടുണ്ട്. ഹർത്താലാണ്, നിരോധനാജ്ഞയാണ്, ഒരു വാഹനമില്ല. ആ കുട്ടിയെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അങ്ങാടിയിലെത്തിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു ബൈക്കിലാണ് യാത്ര ചെയ്തത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എത്തി, ആശുപത്രിയിൽ എത്തി. ഡോക്ടർമാര് പരിശോധിച്ചപ്പോ പറഞ്ഞു, എന്ത് പറ്റി? ഇയാള് പോയി. കണ്ണൊന്നും കൂടി നോക്കുമ്പോ കണ്ണു പറഞ്ഞു പോയി. വാവിട്ട് കരഞ്ഞു, എന്റെ മോളെ അറിയണം. ആ കുട്ടിക്ക് എന്ത് പറ്റി എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് വന്നപ്പോ ആശുപത്രിയിലേക്കൊരു സ്വഭാവമുണ്ട്. രക്തത്തിൽ കുളിച്ചൊരു കുട്ടിയെ മരിച്ചതിന്റെ ശേഷം പ്രത്യേകിച്ചു എത്തിച്ചാൽ പിന്നെ വിട്ടുകൊടുക്കൂല. പോസ്റ്റ്മോർട്ടം ഫർളൈനാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തു, നിർബന്ധമായി. ചെയ്തപ്പോ തെര കിട്ടി.
അതൊരു തിരക്കൊരു പ്രത്യേകത ഉണ്ട്. ഏത് തോക്കുന്ന വന്നത് നൈമൊരു നമ്പർ ഉണ്ടാവും. ഏതാ പോലീസ്, അത് ഇന്ന പോലീസുകാരനെ ഏൽപ്പിച്ച തോക്കാന്ന് കണ്ടെത്തി. അവനെ വിളിച്ചു, വാടാ. കുരുതിക്കന്തളം എന്തെന്നറിയാത്ത കുരുന്നുമോള്, പുസ്തകത്താളുകളിൽ മയിൽപ്പീലി വെച്ച് കിനാബ് കാണുന്ന കൊച്ചുകുട്ടി എന്ത് തെറ്റാണോ ചെയ്തത്? നീ എന്തിനു വെടിവെച്ചു? അവൻ പറഞ്ഞു, എന്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു, അവിടെ ആളുണ്ടോ? ഇല്ല. ഇവിടെ ആളുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഇവിടെ മുറ്റത്ത് കളിക്കുന്ന ഒരു കുട്ടിയല്ലാതെ വേറൊന്നുമില്ല. ഉടനെ അയാൾ വയർലെസ്സിൽ പറഞ്ഞു, ഐ വാണ്ട് ദ ഡെഡ് ബോഡീസ് ബ്ലാസ്റ്റഡ് മുസ്ലിംസ്. ഞാൻ തന്തയില്ലാത്ത ഒരു മുസ്ലിമിന്റെ മയ്യത്ത് ആഗ്രഹിക്കുന്നു എന്ന്. അത് വയർലെസ്സിലാണ് പതിഞ്ഞു. ഇനി നിഷേധിക്കാൻ പറ്റൂല. ഞാൻ മൈക്കേ കൂടി അത് പറഞ്ഞത്. ഇത് ലോകത്ത് പാട്ടായി. ചാനലായ ചാനൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അന്ന് ചാനലില്ല. ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ. പെൻഷൻ പറ്റി വീട്ടിൽ പോയി കമിഴ്ന്ന് കിടക്കേണ്ട ആളാണ്. അയാൾ ഇന്ന് ജോലി ചെയ്യാണ് കേരളത്തിൽ. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിട്ട്. എന്താ അയാളെ പണിയെന്നറിയോ? പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിൽ വല്ല ഇൽമിന്റെ കുറവും വന്നാൽ ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തിദിന്റെ പേരാണ് രമൺ ശ്രീവാസ്തവ. പഴയ വിജയനാണെങ്കിൽ തൊടൂലട്ടോ. ഇപ്പത്തെ വിജയൻ അയാള് വെച്ചേയിരിക്കും. എന്താ കാരണം? ഈ വിജയൻ ഒരു തട്ടുമുട്ട് തീരാണ്ട്. അതിന്റെ പേരാണ് ലാവ്ലിംഗ് കേസ്. ഇത്ര തവണ മാറ്റിവെച്ച് ഞാൻ വണ്ടൂരിൽ പ്രസംഗിക്കുമ്പോ 38 തവണ മാറ്റിവെച്ച ലാവ്ലിംഗ് കേസ് തന്നെ പോയി തന്ത നീട്ടിട്ട് പറഞ്ഞു, അനാവശ്യം പറയരുത്. 39 തരണം. 39 തവണ മാറ്റിവെച്ചു. DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന കേന്ദ്ര ഏജൻസി, P ചിദംബരത്തെ പിടിക്കാൻ വന്ന കേന്ദ്ര ഏജൻസി, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഏജൻസി, പഠിക്കണേ എന്റെ രാഹുൽ ഗാന്ധിയെ, ക്യാൻസർ രോഗിയായ സോണിയാജിയെ, ഇവരെയൊക്കെ നിർത്തിപ്പൊരിച്ച കേന്ദ്ര ഏജൻസി ഇയാളെ തൊടുന്നേയില്ല. തൃശ്ശൂരില് മോഡി വന്നിട്ട് പറയാണ്, ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് എന്ന് എനിക്കറിയാം. അങ്ങക്ക് അറിയല്ലേ? പിന്നെന്താ ഇയാളെ തൊടാത്തത്? തൊട്ട ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇയാളെ അറസ്റ്റ് ചെയ്താൽ കഴിഞ്ഞല്ല കഥ. ഗവൺമെന്റ് നിലച്ച് ഇതിങ്ങനെ നിർത്തണം. എന്നിട്ടോ എത്ര തവണ നമ്മളെ മുഖ്യമന്ത്രി കാണാൻ പോയത്? മരോന് അമ്മോശനെ കാണാൻ പോണ ലുക്കിലാണ് പിണറായി മോഡിയെ കാണാൻ പോണത്. ആറന്മുള കണ്ണാടി, പുതക്കാനുള്ള പുതപ്പ്, കുറെ കൊറിക്കാനുള്ള സാധനം. എന്നിട്ട് അവിടെ ചെന്നാൽ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോ മോഡി പറയും, ഇടക്കിടക്കൊക്കെ വരുന്നത് അവനാന്റെ ഫെരവലയാണ്. അപ്പോ ഇയാള് പറയും, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായതുകൊണ്ടല്ല, വന്ന സ്ഥിതിക്ക് ഞാനൊരു സാധനം തന്നാ ഈ വാങ്ങുവോ? അതെ, എന്നാ ലോകനാഥ് ബെഹ്റ പിടിച്ചോ, രമൺ ശ്രീവാസ്തവ പിടിച്ചോ. എന്തെല്ലാം കൊടുത്തു എന്നറിയാം? എന്തെല്ലാം കൊടുത്തു? എണ്ണിയാ തീരൂല. RSSന് അനുകൂലമായ നിരവധി തീരുമാനങ്ങൾ എടുത്തു. 1, 2, 10, 100 അപ്പോഴാണ് CPI പറഞ്ഞത്, ഇയാളുടെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കണം. കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ട് എന്ന് അൻവർ അല്ല ആദ്യം പറഞ്ഞത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായ ആര്? ആനി രാജയാണ് പറയുന്നത് കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ട്. അൻവർ പറഞ്ഞ 17 കാര്യം CPI പറഞ്ഞു. KT ജലീലിനോട് ചോദിച്ചു ചാനലേര്, അൻവർ പറഞ്ഞതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ്? എല്ലാതിനോടൊന്നും യോജിപ്പില്ല, പോലീസിനെ പറ്റി പറഞ്ഞത് ശരിയാണ്. പഴയ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ കാണാം. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണ്. അതാണ് മുഖ്യമന്ത്രി ഇന്ത്യൻ എക്സ്പ്രസിന് പ്രത്യേകമായിട്ട് കൊടുത്തത്. മലപ്പുറത്താണ് സ്വർണ്ണക്കടത്ത് കൂടുതൽ ഹവാല പണവും അവിടെയാണ്. ആ പൈസ ഉപയോഗിച്ച് ഇവര് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നു, ഒരു നാടിനെ വഷളാക്കി. ഇത് ആരേറ്റെടുത്തു? ആരിഫ് ഖാൻ പറഞ്ഞു, എന്റെ ശ്രദ്ധപ്പെട്ടിക്കണ്, ഞാനത് അവിടെ പോയി പറയാൻ തീരുമാനിച്ചിക്കണ്.
KT ജലീൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് മുസ്ലിങ്ങളാണ്, 99%. ജലീൽ ഇപ്പൊ അങ്ങനെയാണ്. എന്തോ ഓനക്ക് അവിടുന്ന് ഒരു ഓഫർ ഉണ്ട്, അപ്പൊ പരമാവധി തലകുത്തി മറിയാണ്. അതെല്ലാം അവർ ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ പറയാൻ പാടുണ്ടോ? ശിവശങ്കർ, സ്വപ്ന സുരേഷ്, അർജുൻ ആയങ്കി, ആകാശ് തെല്ലങ്കേരി, ഇതൊക്കെ സ്വർണ്ണക്കടത്തിൽപ്പെട്ടതാണ്. ഇതിന് ജാതി മതമൊന്നുമില്ല. കള്ളനെ പിടിച്ചാൽ മുസ്ലിം കള്ളൻ, ഹിന്ദു കള്ളൻ എന്ന് പറയാൻ പാടുണ്ടോ? എല്ലാരും നടത്തിയാലും തെറ്റന്നെയാണ്. അല്ല, ആരാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയത്? ഞങ്ങളാ? അല്ല, ആ ഖുർആന്റെ ഉള്ളിൽ വെച്ച് കൊടുന്നു. ഖുർആൻ ആ മുസാഹിഫ് തൂക്കി വെക്കുമ്പോ 2 സൈസ് തൂക്കം. ചില മുസാഹിഫ് കാരണം ഒക്കെ 30-ാം ദിവസം, പക്ഷെ തൂക്കിയപ്പോ 2 തൂക്കം. ഞാൻ കുറ്റിപ്പുറത്ത് പ്രസംഗിച്ചു, ജലീലെ 30-ാം ദിവസത്തിൽ എന്താ ഇതിന് ഇത്ര തൂക്കം കുറവ്? അപ്പൊ ഓന്റെ ഒരാള് പിറ്റെന്നാ മറുപടി പറഞ്ഞു, ചിലപ്പോ ഓൻ കൊടുന്ന മുസാഹിഫിൽ ചിലപ്പോ അൽബക്കർ ഉണ്ടാവില്ല, എനിക്കെന്താ ചെയ്തെന്ന് ഓന്റെ വക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നയതന്ത്ര ചാനൽ വഴി നടത്തുകയാണ്, നയതന്ത്ര ചാനൽ വഴി. മാഷ അല്ലാ എന്ന സ്റ്റിക്കർ വെച്ചാണ് ഇവിടെ ഏർപ്പാട് നടത്തി. അന്ന് കൈരളി ചാനൽ പറഞ്ഞ എന്താ? വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് സുബഹിയോളം ഓഫാക്കിയിരുന്നില്ല. ചന്ദ്രശേഖരന്റെ നാട്ടിലെ വള്ളിക്കാട് മഹല്ല് ജുമാ മസ്ജിദിലെ ലൈറ്റ് ഓഫാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞ എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? അവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയിട്ട് ഈ ഏർപ്പാട് നടത്തിയെന്നല്ലേ? TP ചന്ദ്രശേഖരൻ ലീഗല്ലല്ലോ. ആ TP ചന്ദ്രശേഖരൻ മരിച്ചു. പിന്നെ പിടിച്ചതാരേണ്? പിടിച്ചത് കൊടി സുനി, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്. കൊണ്ടേതോ ഇന്നോവ കാറ്, മാഷ അല്ലാ എന്ന സ്റ്റിക്കർ. ഇപ്പൊ ഈ കാഫിർ പ്രയോഗം അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വടകരയിൽ മത്സരിക്കുന്ന ഷാഫി, ഈ പഞ്ചായത്തിൽ ഷിഹാബോ ഞാനോ മത്സരിക്കുകയാണെങ്കിൽ എല്ലാരും വോട്ടും കിട്ടാനല്ലേ നമ്മൾ നോക്കണ്ട. അവിടെ നമ്മൾ ഹിന്ദുവിനെ വെറുപ്പിക്കുവോ? കാഫിർ പറഞ്ഞിട്ട്. അവിടെ മുസ്ലിമിനെ വെറുപ്പിക്കുവോ? മാപ്പിള അറിഞ്ഞിട്ട്. കിട്ടണോടത്തോളം കിട്ടട്ടെ എന്നല്ലേ വിചാരിക്കുക. ഈ ശൈലജ ടീച്ചർ കാഫിറാണ് എന്ന് ഇവര് പറയുന്നുണ്ട് എന്ന് വരുത്തി തീർത്തൊരു നോട്ടീസ് ഉണ്ടാക്കിയാല് അത് പഴയ മാതിരിയല്ല. വാട്സപ്പിൽ ഇട്ടാൽ വേറൊരു പ്രത്യേകത ഉണ്ട്. വാട്സപ്പിന് ഒരു പ്രത്യേക, ഈ മൊബൈലിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ ഈയിടക്ക് അടുത്ത് ഫേസ്ബുക്കിൽ ഒരാളിട്ടൊരു വരി, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്ത് തെറ്റ് ചെയ്താലും പടച്ചോൻ മറന്നാലും പടച്ചോൻ പൊറുത്താലും പൊറുക്കാത്ത ഒരാളുണ്ട്, അത് നമ്മളെ മൊബൈലാണ്. അതെന്താ കാരണം? അത് തലക്കെന്ന് മാന്തിയ ആർക്ക് വിളിച്ചു, എന്ത് വിളിച്ചു എല്ലാം കിട്ടും. പടച്ചോൻ പൊറുത്താലും ഇത് ഇവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞ പോലെ പടച്ചോനുണ്ട്, തേച്ച് മാച്ച് കളഞ്ഞ് വിചാരണ ഇല്ല, അതെൽപ്പം സ്വർഗത്തിലാക്കും. ഇതിന്റെ ശില്പി ആരാന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. പോയി 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 ഒരു സ്ഥലത്തെത്തി, പക്ഷെ അത് മുഴുവനാക്കിയില്ല. ഇന്നലെ കോടതി ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ കണ്ട പാലക്കാട് എത്തിയപ്പോ ഇന്നലെ ട്രോളിയായി. ഇനി അതിനെ പറ്റി പറയില്ല. KT ജലീൽ അതുപോലെ വായിച്ചു. KM ഷാജി മത്സരിക്കുമ്പോ എന്താ? മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഷാജി നോട്ടീസ് ഇറക്കി തന്നിട്ട്. ഷാജി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ മൂട്ടിൽ സ്വർഗം? എവിടോ അവിടെ LDF UDF എന്ന് തീരുമാനിക്കണ തെരഞ്ഞെടുപ്പാ. അപ്പൊ ആരെങ്കിലും ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിൽ സഈർ ചർച്ച ചെയ്യോ? എന്താണ് അതിന്റെ അർത്ഥം? അതവിടെ കെടുക്കുന്നുണ്ട്, ഇപ്പൊ ഇതും കെടുക്കുന്നുണ്ട്. ഉണ്ണിത്താൻ മുസ്ലിം മേഖലയിലേക്ക് കയറി ചെല്ലുമ്പോ പൊട്ട് മായ്ക്കണം എന്ന് ലീഗേര് പറഞ്ഞു, ഒന്ന് പുതിയത് വേറെ വന്നു. ഇങ്ങനെ ഓരോന്ന് തഞ്ചം പോലെ എടുക്കുക. ഞമ്മക്ക് ആ പരിപാടിയിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കലല്ല. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ചതുകൊണ്ട് കാര്യമായോ? എന്താ ഉണ്ടായത്? വടകരയിൽ കറകളഞ്ഞ മുത്തലക്കായ സഖാക്കള് മുഴുവൻ ഇങ്ങനെ പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം ഞങ്ങളില്ലാന്ന് തീരുമാനിച്ചു. ആ ലോക്സഭാ ഇലക്ഷനിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായിയുടെ പരിസര ബൂത്തുകളിൽ വരെ UDF ലീഡ് ചെയ്തു, K സുധാകരൻ അടക്കം. എന്തേ കാര്യം? പാർട്ടി സഖാക്കൾ ചിന്തിച്ചു, ഈ പോക്ക് ഇങ്ങനെ പോയാല് നമ്മളെ പാർട്ടിയുടെ കാര്യം പോക്കാണ്, ഇപ്പൊ പിടിച്ചു കെട്ടണം തോന്നി. ഇപ്പൊ എന്തായിന്നറിയോ? ഇപ്പൊ 2 പണി എടുക്കേണ്ടി എന്ന് നിങ്ങൾക്ക്. കാഫിറിന്റെ വാപ്പാനെയും പിടിച്ചണോ, നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത മുനാഫിക്കിന്റെ മക്കളെയും പിടിച്ചണം. അതാ തെറ്റ്. 2 അവതാളത്തിലായി. അൻവർ പറഞ്ഞു,
അൻവർ പറഞ്ഞു ഈ സ്വർണം പൊട്ടിക്കൽ, ഈ ഏർപ്പാട്, ഈ പോലീസുകാര് കോഴിക്കോട്ടെ നമ്മളെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പേര് പറഞ്ഞല്ലോ മാമി, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ചർച്ചയായി. അൻവർ തുരുതുരാ പറഞ്ഞു. അൻവറാണ്ട് പറയാൻ തുടങ്ങിയപ്പോ ഇതുവരെ മുണ്ടാതിരുന്നവരൊക്കെ എഴുന്നള്ളൽ തുടങ്ങി. കാരണം എന്താ അറിയോ, ഇയാൾക്കെതിരെ രണ്ട് വർത്താനം പറയും ഒരാളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൻവറിണ്ട് വന്നത്. അൻവർ നിലമ്പൂരെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അവിടെ കൊണ്ട് തീർന്നില്ല. ഇന്നലെ ഞാൻ ചേലക്കര ചെന്നപ്പോ 6 വണ്ടി അൻവറിന്റെ വണ്ടി അനൗൺസ്. അൻവർ കളമശ്ശേരിയിൽ, കോഴിക്കോട്ട് അങ്ങാടിൽ. അൻവർ ഇപ്പൊ മജീദ് ഉരുക്കള് തൈലം വെക്കാൻ നടക്കണ നടന്നു വെക്കുകയാണ്. തരിപ്പ്, കടച്ചിൽ, വാദം, ഉന്മേഷക്കുറവ്, താല്പര്യമില്ലായ്മ എന്നൊക്കെ പറയുമ്പോ ആളുകണ്ട് കൂടുകയാണ്. ആളുകണ്ട് കൂടിയിട്ട് കൂത്തുപറമ്പ് എന്നൊക്കെയാണ് കേൾക്കാൻ വരുന്നത്. കൂത്തുപറമ്പ്, പുന്നപ്ര, വയലാർ നന്നങ്ങളെ ബദർ, ഉഹദ്, ഹന്തക്ക, മൊറാഴ കുന്നുങ്ങളെ ഉഹദ് മലയാണ്. അവിടെ നിന്നൊക്കെയാണ് വരുന്നത് ആൾക്കാർ. എന്നാൽ അവര് ചോദിക്കത് ആരായി പറഞ്ഞേ? അവർ കൊടുത്തു, മൈക്ക് കൊടുത്തു ചാനലില്. എന്ന് ചോദിച്ചു എന്താണ് പരിപാടി, ഞങ്ങൾ അവിടുന്ന് വന്നാണ്, എന്താണ് അൻവറൊക്കെ പറയണെന്ന് കേക്കട്ടെ. കാരണം എങ്ങനെ പറ്റുക? പിണറായി വിജയനാകുന്ന തെങ്ങ് ഈ മതേതരത്വത്തിന്റെ പറമ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പറമ്പിനകത്ത് വളരേണ്ട തെങ്ങാണ്. ആ തെങ്ങിന്റെ തല അല്പം വളഞ്ഞിട്ട് BJPയുടെ പറമ്പക്ക് ഇളനീര് വീണുണ്ടെങ്കിൽ ആ മണ്ടക്ക് നല്ല ഒരു കമ്പി എടുത്ത് കെട്ടിയിട്ട് നേരെ മതേതരത്വത്തിന്റെ കുറ്റിമക്കണ്ട് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സകല സഖാക്കളും പറഞ്ഞു ഈ പോക്ക് ശരിയല്ല, ഈ പോക്ക് പിടിച്ചു കെട്ടണം. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇയാൾ ആ ഹിന്ദു പത്രത്തിന് കൊടുത്തത്? ദേശാഭിമാനി കൊടുത്താൽ ഈ അങ്ങാടിയിലേ ഉണ്ടാവുള്ളൂ. ഹിന്ദു പത്രത്തിന് കൊടുത്താൽ എന്താ ഉണ്ടാകുക? ഹിന്ദു പത്രത്തിന് കൊടുത്താൽ അമിത്ഷാ അറിയും, മോഡി അറിയും. ഓല അറിയണമെന്ന് എന്താ അത്ര നിർബന്ധം? എന്നാലേ നമ്മളെ കേസിനൊന്നും കൂടി ആയുസ്സുള്ളൂ. അതന്നെ, നമ്മളിപ്പോ അടുത്തൊന്നും പോലീസ് ഉണ്ടാവില്ല, നമ്മളെ സ്വർണ്ണക്കടത്തിന്റെ വിഷയത്തിൽ തൊടൂല എന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടുള്ള ഇടങ്ങറ് എന്താന്ന് ഞങ്ങള് തീർന്നില്ല. CAA NRC ജാഥയില്, പള്ളിക്കന്ന് പോയ ജാഥയില് ഖുലൂ തക്ബീർ വിളിച്ചപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, കൊടിയേരി എന്ന് പറഞ്ഞു, ഭീകരവാദികൾ നുഴഞ്ഞു കയറിയത്. ഉടനെ മുഖ്യമന്ത്രി നമ്മുടെ സഭയിലും പറഞ്ഞു. ഇത് ഏറ്റുപിടിച്ചു ആര്? നരേന്ദ്രമോദി. അയാൾ പറഞ്ഞ വർത്താനങ്ങൾ കേട്ടോ? CAA NRC റാലി മേ ആതങ്കവാദി ഹേ, കേരള के मुख्यमंत्री श्री पिണറായി വിജയൻ ने कहा. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാണ് CAA NRC ജാഥയില് ആരുണ്ട്? തീവ്രവാദി ഉണ്ട്. എത്തി അവിടെ എത്തി. തീർന്നില്ല. അച്യുതാനന്ദ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ മൂപ്പർക്ക് ഇങ്ങനെ ഒരു ഉൾവിളി. മൂപ്പര് പറഞ്ഞു, ഈ മുസ്ലിം ചെറുപ്പക്കാര് മറ്റു സമുദായത്തിലെ പെൺകുട്ടികളുമായി ലൈനടിച്ച് അവര് ഒന്നിച്ച് ജീവിച്ച് കല്യാണം കഴിച്ച് മക്കളുണ്ടായി, അങ്ങനെ പോയി ഒരു 2020, 25, 30 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ലവ് ജിഹാദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേൾക്കേണ്ട താമസം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കേരള के मार्क्सवादी साम्यवादी मुख्यमंत्री श्री अच्युतानंदन ने कहा. ഈ അച്യുതാനന്ദൻ പറഞ്ഞു കേരളമേ ലവ് ജിഹാദ് ഹെ, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം. ലവ് എന്ന് പറഞ്ഞ പ്രേമ, ജിഹാദ് പറഞ്ഞ യുദ്ധാണ്. യുദ്ധത്തിന് പോണോ പ്രേമിക്കാൻ നിൽക്കുവോ? ഇപ്പൊ ഒരാള് ഫീ സബീലില്ല തന്നെ അള്ളാന്റെ അടുത്തേക്ക് പായാണ്. ഓനൊരു പെണ്ണ് ഇവിടുന്ന് ലൈനടിച്ച ആരടാണ്ട് തിരിഞ്ഞു നോക്കുക. ഓൻ പോണോടത്ത് ഓന്റെ നീയത്ത് കൽബില് മുഴുവൻ ജിഹാദാ എന്ന പോലെ ലവ് തലേ കയറി ഓന് പടച്ചോന് ഓർമ്മ ഉണ്ടാവുക. ഇത് മോരും മുതരി മാതിരി രണ്ടും ചേരാത്ത മുതലാണ്. പക്ഷെ അച്യുതാനന്ദൻ ആ പറഞ്ഞതോടുകൂടി കലങ്ങി, പ്രശ്നമായി. ഞാൻ ചോദിക്കുന്നത് എന്തു പാർട്ടിയാ? മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു. ഗെയിൽ പദ്ധതി വരുമ്പോ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാര്, നിങ്ങളെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവ്, ഏതാടാ ഈ 6-ാം നൂറ്റാണ്ട്? പാണക്കാട്ട തങ്ങളുടെ നൂറ്റാണ്ടല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്റാണ്ടാണ്. എന്തിനാ അങ്ങനെ പറയുന്നു? ഇപ്പൊ പിണറായി വേറൊരു ഓടി പൊട്ടിച്ചല്ലേ കേട്ടല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമി ആളുകളൊക്കെ തട്ടിക്കൂട്ടിട്ട് ഖലീഫാരെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഏതാ ഈ ഖലീഫ?
അൽ ഖുലഫാഉർ റാഷിദൂൻ, അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതുപോലെ അലിയിനിൽ മുർത്തള. ഈ 4 ആൾക്കാരാണ്. അവർ ലീഗിന്റെ മെമ്പർമാരാ. എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബാധക. ഒരു പാർട്ടി പെൻഷൻ, റോഡ്, തോട്, കടവ് എന്തെല്ലാം ശ്രദ്ധിക്കാണ്ട് അതിമലൊന്നല്ല ശ്രദ്ധ. പൂരം കലക്കുക. അതാ CPI പറയുന്നു. ആര്? സുനിൽ കുമാർ. സുരേഷ് ഗോപി തോൽപ്പിച്ച, മുരളി തോൽക്കുമ്പോ കൂടെ തോറ്റ അരിവാൾ കതിരിലെ സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറയുന്നു, ഇത്ര മാസായി ഇപ്പോഴൊരു പിടുത്തല്ല, ആരാണ് പൂരം കലക്കിയതെന്ന് പിടുത്തം കിട്ടണം, വിടൂല. കണ്ടോ നിങ്ങള്? മനോഹരമായി നടന്നിരുന്ന തൃശ്ശൂർ പൂരം കലക്കി. ചാനലേരിപ്പ് ഇരുന്നിട്ട് പിണറായിനോട് ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോ, പൂരം കലക്കിയതിന്റെ കഥ ചോദിക്കുമ്പോ അയാളെ ഇരുത്തം കണ്ട കായം കലക്കിയ മേനിയും കൂടി ഇല്ല. പൂരം കലങ്ങാണ്, വെറുതെ കലങ്ങല്ല, കലക്കാണ്. ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ്? എനിക്ക് രക്ഷ കിട്ടും. മോളെ മാസപ്പടി അന്വേഷിക്കൂല, ലൈഫ് അന്വേഷിക്കൂല, സ്പ്രിംഗ്ലർ അന്വേഷണമില്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നൊന്നും ഇവിടെ ഇല്ല. എന്നാലോ മൂപ്പര് പറയുന്നതോ ഒക്കെ ചെയ്യും. ഈ ആരിഫ് ഖാൻ ചോദിച്ചു, എനിക്കൊരു PA വേണം. ആരെ വേണ്ട? മുഖ്യമന്ത്രിക്കാണ് അതിന്റെ നിയമനാധികാരം. ആരെ നിയമിക്കണം? RSSന്റെ മുൻ കാര്യവാഹക് ഹരി എസ് കർത്തായെ നിയമിക്കണം. ആരിഫ് ഖാൻ ഇയാൾ അറിഞ്ഞിട്ടല്ല, മറ്റേ മുത്താബ് പറഞ്ഞു കൊടുത്തതാ. ഞാൻ പറയും ആളെ നിങ്ങൾ ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞിക്കണെന്നുള്ള വിവരം മൂപ്പരോടൊന്ന് പറഞ്ഞോളുണ്ട്. അതെന്തിനാ അറിയോ? ഈ ഡൽഹിക്ക് ഇങ്ങനെ വരുമ്പോ പിണറായിനാകൊന്ന് ഇഞ്ഞിങ്ങനെ നോക്കും മോഡി. അപ്പൊ ഇയാളെ നിങ്ങൾ എന്താ കുറെ നേരമായാലും എന്നെ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കണ്, മനുഷ്യന്മാരാകതായിക്കുന്നുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ മോഡി ലവ്ലിൻ 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 ഇതിങ്ങനെ ഇഷാർത്താക്കും. അപ്പൊ ഇയാൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പുളി ഇങ്ങനെ കയറുമ്പോ നിങ്ങൾക്ക് എന്താ വാണ്ടിച്ച് ചോദിച്ചാൽ പോരെ, മനുഷ്യനിങ്ങനെ ബേജാറാക്കണം. അപ്പൊ പറയുന്ന അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യ്. ഓരോന്നും UAPA കേസെടുത്തതില് എല്ലാരും ഒഴിവാക്കി കൊടുത്തു. RSSുമായി ബന്ധപ്പെട്ട എല്ലാരും ഒഴിവാക്കി. അത് കലക്കി. പിന്നെ ശബരിമല, അത് ചെറിയ കലക്കലാണോ? ഇതുവരെ ശബരിമലക്ക് ഒരു തീരുമാനമുണ്ട്. മുതിർന്ന സഹോദരിമാര് പോവും, ചെറിയ പെൺകുട്ടികളും പോവും. അതിന്റെ ഇടയിലുള്ള പെണ്ണുങ്ങൾ പോകാറില്ല, 18ാം പടി കയറലില്ല. എന്ത് പണിയാ ചെയ്തറിയോ? വത്സൻ തില്ലങ്കേരി അവിടെ ലൗഡ് സ്പീക്കർ വെച്ച് ആളെ നിയന്ത്രിച്ചു. 18ാം പടി കയറാൻ 3 പെണ്ണുങ്ങള്, കനകദുർഗ, ബിന്ദു, രഹന ഫാത്തിമ. ആരായി രഹന ഫാത്തിമ? നമ്മൾ ഈ ബീച്ചില് ചുംബന സമരത്തിൽ പങ്കെടുത്തോള്. നമ്മളൊക്കെ അവനാന്റെ കുട്ടിയോളെ നാറ്റാ നേരലായിട്ട് ഒപ്പം കൊണ്ടിടക്കുകയാണ്. ചുംബന സമരത്തിൽ പങ്കെടുത്ത ഒരു പെണ്ണ് തറവാട്ട് പിറന്നോള് ചെയ്യോ? ഈ 3 പെണ്ണുങ്ങൾ പോലീസ് വേഷത്തില്. പോലീസ് വേഷം ഉണ്ടായ എന്താ? പോലീസ് വേഷം ഉണ്ടായാല് അവരെ കണ്ടാ വിട്ടുക്കും. പോലീസ് വേഷത്തിൽ 18ാം പടി കയറ്റി. എന്തിനായിരുന്നു അത്? അപ്പൊ അവിടെ ബഹളായി കണ്ടപ്പോ KT ജലീൽ പറഞ്ഞു, ഞാൻ വേറൊരു അഭിപ്രായം പറയാം. എന്താ? സുന്നി പള്ളിയിലും പെണ്ണുങ്ങൾ പോണം. കാരണം അവിടെ ബഹളായി. സുന്നി പള്ളിയിൽ ഇപ്പൊ ഈ KT ജലീൽ വളാഞ്ചേരിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ പോണ ആളാണ്. ഓനക്കറിയാം പെണ്ണ് പോണ പള്ളി ഏതാന്ന്. എന്നാലും അത് അവിടെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഇവിടെ ആവണം. സുന്നി പള്ളിയിൽ പെണ്ണുങ്ങൾ പോണം. അപ്പൊ പിന്നെ മുജാഹിദിന് എന്താ കൊടുക്കുക, ജമാഅത്തിന് എന്താ കൊടുക്കുക? അപ്പൊ എന്റെ വക എല്ലാ പള്ളിയിലും ബാങ്ക് വിളി പെണ്ണാകണം, ഇമാമും പെണ്ണാകണം. ഇമാമ് പെണ്ണായ എന്താ? ഇമാമ് പെണ്ണായ മാമൂമിങ്ങളൊക്കെ പാടെ 1ാമത്തെ സഫിലുണ്ടാവും. 2ലേക്ക് പിന്നെ ആളെ കൊണ്ടുവരേണ്ടി വരും വേറെ. എടോ എന്തിനാണ് ഇതെല്ലാം? എന്നിട്ട് പിന്നെ പോരാത്ത ഒരു വർത്താനം, ഞാൻ സ്വർഗത്തിൽ പോയി നോക്കും, ആ സ്വർഗത്തിൽ എത്തിപ്പാളി നോക്കിയിട്ട് അവിടെ AKG ഇല്ലെങ്കിൽ EMS ഇല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല, ഞാൻ പോരും. എന്തിനോട് ഇത്ര കുറുമ്പ്? അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? ആരാ സ്വർഗത്തേക്ക് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പടച്ചവനോട് തേടുക എന്നല്ലാതെ അംഫുസക്കും അഹ്ലീക്കും നാറ. അതാണ് നമ്മളെ കുട്ടികളെയും മക്കളെയൊക്കെ നോക്കുക, അവനാന്റെ വാപ്പ കൊണ്ടോ നോക്കുക എന്നല്ലാതെ, കൂട്ടുകുടുംബത്തിനെ നോക്കുക എന്നല്ലാതെ. നരകത്തിൽ പോകുന്നവരെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലേ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ താഴെ തട്ടിലാ മുനാഫിക്ക്. ഏതാ ഈ മുനാഫിക്ക് എന്ന് പറഞ്ഞത്? ഉള്ളു പൊള്ളയായി മുഹമ്മദ് അഹമ്മദ് എന്ന് പേരിട്ട് നടക്കണന്റെ കാര്യല്ലേ?
നരകത്തിന്റെ തീ കരിക്കാത്ത അവയവേതാ? സുജൂദിന്റെ അവയവം. സുജൂദ് ചെയ്തോനും അവിടുന്ന് രക്ഷപ്പെടുന്നു പറയാൻ പറ്റുമോ? പടച്ചോന്റെ കൃപയിലല്ലേ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലല്ലേ. പടച്ചോനല്ലേ തീരുമാനിക്കുക. നമ്മളിപ്പോ സ്വർഗം കിട്ടും ഇല്ലെങ്കിൽ കാണില്ല. നവോത്ഥാന മതിലുണ്ടാക്കിയ ഞങ്ങൾക്ക് സ്വർഗം ഉണ്ടാക്കാൻ പണിയുണ്ടോ? ആ കേട്ടിട്ടില്ല എത്ര മനോഹരായി ഇതിൽ നിന്നീന്ന മനുഷ്യനാണ്. അവിടെ ചെന്ന് ഓരോ കോലം കെട്ടി. അതുപോലെ കുറെ മുസ്ലിം സഖാക്കൾ ഇതൊന്നും പറഞ്ഞിട്ട് ഈ ഖലീഫാനെ പറഞ്ഞിട്ടും തട്ടം മാറ്റിയതാങ്ങളെ നേട്ടം. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാ പാസ്സാകണ്. ഇത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത. വേറെ അടുത്തനാൾ പ്രസംഗിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉംറക്ക് പോയ ഒരാള് സംസം വെള്ളം കൊണ്ടുവന്നു. ഞാൻ മൂത്രിച്ചപ്പോൾ മനോഹരിക്കാൻ അത് ഉപയോഗപ്പെടുത്തി. ഒരു സഖാവ് പ്രസംഗിക്കുക. ഇത്ര മലീമസായി പറയേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ പറഞ്ഞാൽ മതരംഗത്തിന്റെ കാര്യത്തിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടായാൽ മെച്ചുണ്ടാവും. നാടിന്റെ നന്മക്കൊപ്പാണോ? അല്ല. ഇന്ന മറ്റു കാര്യങ്ങളിൽ വല്ല മെച്ചമുണ്ടോ? എല്ലാം പോയി, എല്ലാം അവതാളത്തിലായി. ജനങ്ങളെ ജീവിതമൊക്കെ താറുമാറായി. ഒരു മര്യാദക്കൊരു സാധനം വാങ്ങാൻ വയ്യ. ഒരു സ്വസ്ഥമായ അന്തരീക്ഷമില്ല. കടുത്ത രൂക്ഷമായ വിലക്കയറ്റവും പൊറുതിമുട്ടലും എല്ലാം ആയി. ഒരു ഭാഗത്ത് അഴിമതി, സ്വജനപക്ഷപാതം, ഇതെല്ലാം. നമുക്കൊന്നും ആശുപത്രിയിൽ പോയാൽ പോലും ഒരു കാരുണ്യ ഫണ്ടില്ല, ക്യാൻസർ രോഗിയുടെ ഫണ്ടില്ല, എല്ലാം നിലച്ചു. മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം 36 ലക്ഷം, കാലിത്തൊഴുത്ത് 42 ലക്ഷം, തൊഴുത്ത് പശുക്കളെ വളർത്തുന്ന തൊഴുത്ത് 42 ലക്ഷം. എന്നിട്ട് ആ തൊഴുത്തിൽ വൈഫൈ ഫിറ്റ് ചെയ്തിരിക്കണം. പൈക്കളൊക്കെ നെറ്റ് കിട്ടായിട്ട് ചാടില്ല നിക്കത്താൽ. എന്നിട്ട് എല്ലാം അവതാളത്തിലാക്കി. സാഹചര്യങ്ങളൊക്കെ കീഴ്മേൽ മറിച്ചു. നാടിന്റെ നന്മക്കൊപ്പല്ല. എന്നാലോ മുഖ്യമന്ത്രിയുടെ ഭാര്യ ചികിത്സാ സഹായമായിട്ട് എഴുതിയെടുത്തത് 72,87,215 രൂപ. 3/4 കോടി. റാഹത്താണ്, പിണറായിക്ക് റാഹത്താണ്. ഹെലികോപ്റ്റർ, ഭാര്യക്ക് നല്ല ചികിത്സ, മകള് വീണ ജോലിക്ക് പോകാതെ മാസപ്പടി. ഇനി മരുവൻ റിയാസോ, സുന്നത്ത് കല്യാണം കഴിച്ച കുട്ടികൾ ഇറങ്ങിയമാരെന്ത് ചുരുക്കി വെച്ചിട്ട് അറിയാം. റിയാസിന് സന്തോഷം. ആ കുടുംബത്തിക്ക് കെട്ടിച്ചോര് വരെ രക്ഷയാണ്. ബന്ധം നടത്തിയാലും കഴിച്ചിലായി. AI ക്യാമറ. ആ പൈസ ആരോ എഴുതിയെടുത്ത് കൊണ്ടുപോയി അറിഞ്ഞപ്പോ ഒറിജിനൽ ഓണർ വന്നു. എനിക്ക് ബില്ല് മുള്ളു കിട്ടിയിട്ടില്ല, അത് ഇവിടുന്ന് ഒപ്പിട്ട് കൊണ്ടുപോയല്ലോ. ഉടനെ ചോദിച്ചു എന്തേ ബാക്കി പൈസ? ഞാൻ അറിയില്ല, അത് പറ്റൂല. ആരെ ഒപ്പ? CCTV ചെക്ക് ചെയ്തു. ഇൻസൈഡ് ചെയ്തൊരു ചങ്ങായി നിൽക്കുന്നുണ്ട്, അബുദാബി എയർപോർട്ടിൽ നിൽക്കണായിരിക്കും. ആരാകുന്ന അറിയാം? പിണറായിയുടെ ചെക്കൻ പെണ്ണെട്ടി കൊടുത്ത അമ്മോസൻ, അയാളാണ് അതിൽ പ്രതി. സ്വപ്ന സുരേഷിന് സ്റ്റാർട്ടിങ്ങിൽ ശമ്പളം എത്രയെന്ന് അറിയോ? 2.5 ലക്ഷം. 2.5 ലക്ഷം സ്റ്റാർട്ടിങ്ങിൽ. എന്റെ നാട്ടിലെ അംസ അബുദാബിക്ക് പോയല്ലേ. അംസ അബുദാബിയിലെത്തിയിട്ട് അറബിയുടെ കാറ് കയറി. കാറിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അറബിനോടൊന്ന് ചോദിച്ചു, അർബാബ്, നേരത്തെ വിസിറ്റിങ്ങിന് പോയതുകൊണ്ട് കുറച്ച് അറബി അറിയായിരുന്നു, എനിക്ക് ഈ എത്ര റിയാലാണ് ശമ്പളം തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ അറബി അറിഞ്ഞു, ഈ മര്യാദക്കാരനാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് 15,000 തരും. നാട്ടിലെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് നിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് കബൂലിയത്ത് വന്നാൽ, നീ തമാമാൻ തോന്നിയാൽ, എന്ന് തോന്നിയാൽ, 100ക്ക് 100 തോന്നിയാൽ, അപ്പൊ ഞാൻ ശമ്പളം കൂട്ടും. ഒന്നും കൂടി ചോദിച്ചു. അപ്പൊ എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നാട്ടിലെ 15,000. ഉടനെ ഓൻ കാറാണ്ട് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടിങ്ങിൽ നിർത്തി. എന്നിട്ട് ചോദിച്ചു കൊണ്ടോ 15. ആര്? ഈ അംസ. അതുപോലെ സ്വപ്ന സുരേഷ് അല്ല റാത്ത്. അപ്പൊ പിണറായിയുടെ ഭാര്യ സുഖത്തില്, മൂപ്പര് സുഖത്തില്, മരോൻ സുഖത്തില്, മോന്റെ അമ്മോശൻ സുഖത്തില്, സ്വപ്ന സുരേഷ് സുഖത്തില്, ഇവരുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരൊക്കെ സുഖത്തില്. പാവ ലോക്കൽ സെക്രട്ടറി ഷവർമ്മയുടെ കമ്പി, ഈ വേവും ചൂടും കൊള്ളല് ബാക്കി. കാൽനട ജാഥ 10-ാം ദിവസം 20-ാം ദിവസം ഇങ്ങനെ നടക്കുക. അതിന് ഈ ചെറുനാരങ്ങമെന്ന് ഉറ്റുന്ന കുളിരല്ലാതെ വേറൊരു നനവും ഇല്ല, വേറൊന്നുമില്ല. ഇവരിതെല്ലാം കൊണ്ടുപോവാണ്. ആ കുടുംബത്തേക്ക് ബന്ധം നടത്തിയൊരു കഴിച്ചില്ലാവും അക്കാലത്തില്. ഇല്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാഷിനോട് ചോദിച്ചു എന്താവാനാ ആഗ്രഹം. ഞാൻ പറഞ്ഞു മാഷാവാനാ പോതി. മനോജിന് എന്താണ് ആഗ്രഹം? ഡോക്ടർ ആവണം സാർ. മനോജ് ഇരിക്കൂ.
അബൂബക്കർ പറയും നിനക്ക് എന്താവാൻ ആഗ്രഹം? അബൂബക്കർ പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആവാൻ ആഗ്രഹം. സിറ്റോൺ. ശശി സ്റ്റാൻഡ് അപ്പ്. മോനെ നിനക്ക് എന്താവാൻ ആഗ്രഹം? എനിക്ക് ഡോക്ടറും മാഷും എഞ്ചിനീയറും ഒന്നും ആവണ്ട സാർ. പിന്നെ എനിക്ക് എന്താ ആഗ്രഹം? എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടൊക്കെ ഉള്ള നല്ലൊരു മുതലാളി ആവാനാണ് ആഗ്രഹം. ശശി സിറ്റോൺ ദയർ. ശ്രീകല സ്റ്റാൻഡ് അപ്പ്. മോളെ നിനക്ക് എന്താവാൻ ആഗ്രഹം? ഇപ്പൊ ഇരുന്ന ശശിയുടെ ഭാര്യയാവാനാണ് എനിക്ക് ആഗ്രഹം തന്നെ. ഓന്റെ ഒപ്പം കൂടിയാൽ ഓനും കഴിച്ചില്ലായി. കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയാണ്. ഇവർക്ക് നല്ല സന്തോഷം. കാരുണ്യം നിലച്ചു. എല്ലാം പോയി. തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ സപ്ലൈകോ സാധനങ്ങൾ എല്ലാം അവതാളത്തിലായി. വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല വില നിലവാരം. അവിടെ ചെന്നാലോ മല്ലി ഇല്ല, മുളക് വന്നിട്ടില്ല, പഞ്ചസാര വരാൻ സാധ്യതയില്ല, തുവരപ്പരിപ്പ് വരുന്നൊരു ഉറപ്പുമില്ല. എന്റെ നാട്ടിലൊരു ചങ്ങാതി പെണ്ണ് കാണാൻ പോയി. പെണ്ണിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടതിന് ശേഷം പെണ്ണിന്റെ വാപ്പാനോട് ചോദിച്ചു നിക്കാഹ് ഇപ്പൊ നടത്തുവോ? ഇല്ല. എന്നാ മിഠായി എടുത്തൂടെ? ഇല്ല. എന്നാ തൽക്കാലം ഒരു ഉറപ്പിന് വേണ്ടി ഞാനൊരു സ്വർണ്ണ അണിയിപ്പിച്ചോട്ടെ? ഇല്ല. എന്നാ ഒരു നീട്ടിയൊരു നിശ്ചയം നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ഇല്ല. ഓൻ ബ്രോക്കറെ വിളിച്ചിട്ട് ചോദിച്ചു ഈ ചെങ്ങായിക്ക് മാവേലി സ്റ്റോറിലാണോ പണിയും ചോദിച്ചു നോക്കുന്നു. ഒക്കെ ഇല്ല. അവതാളത്തിലായി. ദേശാഭിമാനി വായിച്ചാൽ കിട്ടൂല. മറ്റു പത്രത്തിൽ കിലോക്ക് 120 ഉള്ളത് ദേശാഭിമാനിയിൽ 60, അതിൽ 80 ഉള്ളത് ഇതിൽ 40, അതിൽ 40 ഉള്ളത് ഇതിൽ 20. ചിലപ്പം ദേശാഭിമാനി 1/2 കിലോന്റെ റേറ്റ് ആയിക്കാരോ പറയാൻ പറ്റൂല. ഒരു വസ്തുതയും ജനങ്ങളോട് തുറന്നു പറയുന്നില്ല. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഇല്ലാതായതിന്റെ ദുരന്തം ഇന്ന് നാട് അനുഭവിക്കുകയാണ്. കുടുംബശ്രീക്കാർ, അംഗനവാടി ടീച്ചർമാർ എത്ര മോഹിപ്പിച്ചു. എന്നിട്ടിപ്പോ ഇയാളെ ഈ നവകേരള യാത്രയിലേക്ക് ഇവരൊക്കെ സാരി ചുറ്റി എഴുന്നള്ളിപ്പിച്ചു. ഈ ആൾക്കാരൊക്കെ പൊട്ടനാക്കിയില്ലേ? ഈ ആൾക്കാരൊക്കെ പരാതി വാങ്ങി. ആ പരാതി വാങ്ങിയിട്ട് ഇവർക്കൊക്കെ മറുപടി വന്നിരിക്കുന്നു. എന്ത്? നിങ്ങൾ പോയി വില്ലേജ് ഓഫീസറെ കാണുക, നിങ്ങൾ പോയി പഞ്ചായത്തുമായി ബന്ധപ്പെടുക. പിന്നെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പോയത്? അതിന്റെ നാട്ടിലെ കാളിയടത്തി വയറുവേദനായിട്ട് ഡോക്ടറെ കാണിച്ചിങ്ങനെ വരുമ്പോ വയറിങ്ങനെ ഒഴിഞ്ഞണ്ടപ്പോ ബസ്സിൽ ഒരു സ്ത്രീന്റെ ഒപ്പേക്കും. എന്റെ അമ്മേ വയറുവേദനയാണ്, ഒരു മാറ്റമില്ല കുട്ടിയല്ല. അപ്പോ അങ്ങനെ ഇയാളാണ് ഈ ചങ്ങായിനാണ് ഞാൻ കാണിക്കല്. അതുകൊണ്ട് ഒരു ഭേദവും കാണുന്നില്ല. കോഴിക്കോട് നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ പട്ടാമ്പിക്കാരിയാണ്, കുമ്പടിയ ഭാഗത്താണ്. എന്താ ഇത് അറിയാം? 3000 റുപ്യക്ക് കാറിന് വാടകയും കൊടുത്തിട്ട് ഈ സാധു പേരക്കുട്ടിനെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന്. എന്നിട്ടോ ഇവിടെ ഡോക്ടറെ റൂം ഏതാന്ന് ചോദിച്ചു. വേലായുധൻ ഡോക്ടറെ റൂം കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോ സിസ്റ്ററോട് ചോദിച്ചു മോളെ എന്റെ ടോക്കൻ എത്രയെന്ന്. ഇപ്പൊ 9 കയറിയത്. നിങ്ങളത് എത്ര ചോദിച്ചു. പേരെന്താ ചോദിച്ചു. കാളി, മേലെ വീട്ടിൽ കാളി. 9 പോയത്. 11 വന്ന് നന്നായി. അടുത്ത് കഴിഞ്ഞ അടുത്ത് നിങ്ങളാണ്. സമയമായപ്പോ സിസ്റ്റർ പറഞ്ഞു മേലെ വീട്ടിൽ കാളി. നേരെ വാതിലോർത്ത് ചെന്നപ്പോ ഇതേ വേലായുധൻ ഡോക്ടർ തന്നെ അവിടെ നാട്ടിലത്തെ. അപ്പൊ ശനി ഞായർ അവിടെയും, തിങ്കൾ ചൊവ്വ അവിടെയാണ്. അപ്പൊ ഈ പിണറായി വിജയൻ ഈ ആൾക്കാരെ മുഴുവൻ വിളിച്ചിരുത്തിയിട്ട് ഇതേ വില്ലേജ് ഓഫീസറെ അടുത്തേക്ക് തന്നെ പിന്നെ അപേക്ഷ. എന്നും മാറാനായി ദുരിതം. എല്ലാം അവതാളത്തിലായി. നാടിന്റെ ഗതി മാറി. എല്ലാം പോയി. എല്ലാം ഞെക്കിപ്പൊഴിഞ്ഞ് ഖജനാവിൽ നിന്ന് ദുരിതാശ്വാസ ഫണ്ട് എല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാൻ ഇയാൾക്ക് പ്രത്യേകമായ ഒരു പട, ലക്ഷക്കണക്കിന് ശമ്പളം, പിന്നെ ഓരോ നിയമനം. ആ KV തോമസിനെ നിയമിച്ചു, അയാൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു. പിന്നെ ഓരോ പുതിയ നിയമനം. ഇതൊക്കെ ചെയ്തിട്ട് ഈ നാട്ടില് വേണ്ട വിധം ഒരു നന്മ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാം അവതാളത്തിലായി. നാടിന്റെ നന്മകളൊക്കെ മുച്ചൂട് നശിപ്പിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാടിന്റെ സൗഹൃദവും സ്നേഹവും രാജ്യത്ത് കളിയാടണമെന്ന് ആഗ്രഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു, നല്ല കോഴ്സുകൾ കൊണ്ടുവന്നു. ഓരോ മണ്ഡലത്തിലും കോളേജുകളായി. ഈ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇനിയും തുടരണം. അതിനുവേണ്ടി ഇവിടെ നടക്കാനിരിക്കുന്ന ഇശൽ വിരുന്നിന് വേണ്ടി വഴിമാറി കൊടുത്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. നന്ദി. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.